ഉപാസകർ അറിയേണ്ടുന്ന കുറച്ച് സത്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഏത് കാര്യവും നമ്മൾ അറിഞ്ഞിട്ട് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ ദേവീ ഭക്തന്മാരുടെ ജീവിതചര്യ എന്താണ്? അപ്പൊ അനേക ജന്മങ്ങളിലെ വൈഷ്ണവനായിട്ടും ശൈവനായിട്ടും ജീവിച്ചിട്ടാണ് ഒരാള് ശാക്തേയനായിട്ട് ജീവിക്കുന്നതെന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശക്തിയെ ഭക്തിയോടെ പൂജിച്ച് അനേക ജന്മങ്ങൾക്ക് ശേഷമേ ശാസ്ത്രീയമായിട്ട് ഗുരുവിനെ സ്വീകരിച്ച് ഒരു ഉപാസന പദ്ധതിയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുശേഷം ഏറ്റവും അവസാന ജന്മമാണ് ശ്രീവിദ്യ ഉപാസകനായിട്ട് മാറുന്നതെന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. അപ്പൊ ദേവി എന്നാൽ ഒരു ശാക്തന് പ്രാണസ്പന്ദനം തന്നെയാണ്. അപ്പൊ ദേവിയുടെ അനുഗ്രഹമില്ലാതെ അനുഗ്രഹമില്ലാതെ എന്താ പറയാ നമുക്കൊരു മന്ത്രം കിട്ടിയിട്ട് ഒരു ഗുരുവില്ലാതെ നമ്മൾ നൈഷ്ഠികമായിട്ടുള്ളൊരു സാധനാ പദ്ധതിയിലൂടെ അല്ലാതെ ദേവിയെ അറിയാൻ സാധിക്കില്ല. ശരിക്കും ദേവിയുടെ അനുഗ്രഹം വേണം നമുക്കൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ളത്. നമ്മളൊരു സാധനാ പദ്ധതിയിൽ കയറുക, ഇതിലൂടെ അല്ലാതെ നമുക്കിപ്പോ ചുമ്മാ ദേവി അമ്മേ നാരായണ ദേവി നാരായണ കുറച്ച് സ്തോത്രങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് നമ്മുടെ ആത്മശക്തിയായിരിക്കുന്ന ദേവിയെ നമുക്ക് ഒരു കാലവും അറിയാൻ പറ്റില്ല. അതിനെന്ത് വേണം? ഫസ്റ്റ് എന്താ വേണ്ട? അമ്മയുടെ അനുഗ്രഹം വേണം. എന്നിട്ട് നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടണം. പിന്നെ നമുക്ക് ആ ഒരു ആ ഒരു എന്താ പറയാ വളരെ ചിട്ടയോട് കൂടിയ ഒരു ഉപാസന പദ്ധതി വേണം. നമ്മളെ വിഷ്ണു ഉപാസന പോലെയോ മറ്റുള്ള ഉപാസനകൾ പോലെയോ അല്ല ദേവി. ദേവിയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ അമ്മയാണ്, കാര്യമൊക്കെ ശരി. പക്ഷെ നമ്മളെ എത്രത്തോളം ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അമ്മയുടെ അടുത്ത് എത്താൻ സാധിക്കുള്ളൂ. കാരണം ഒരു എന്താ പറയുക നൈഷ്ഠികമായിരിക്കുന്ന ഒരു സാധനാ പദ്ധതി നിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ അമ്മയെ അറിയാൻ സാധിക്കുള്ളൂ. ചിന്താമണി എന്നൊരു ദേവി സദാ രാമമന്ത്രമാണ് ജപിക്കുന്നത്. അപ്പൊ എന്താണ് രാമമന്ത്രം എന്നാല് അത് ഹംസമന്ത്രമാണ്. കാരണം രാമമന്ത്രം പരബ്രഹ്മത്തെയാണ് കാണിച്ചു തരുന്നത്, അല്ലേ? ഓം നമ്മൾ ശരിക്കും പറഞ്ഞാല് ദേവിയെ രാമ 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 എന്ന് നമ്മൾ ജപിക്കുമ്പോ എന്താ ശരിക്കും പറയുന്നത്? അത് താരക മന്ത്രമാണ്. അപ്പൊ രാമനാമത്തിന്റെ മഹാത്മ്യം എന്താ എന്ന് പറഞ്ഞാല് രകാരം കൊണ്ട് തന്നിലെ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു, മകാരം എന്ന കവാടം അടയ്ക്കുന്നു, നമ്മൾ തിരിച്ചു വരാതിരിക്കാൻ, അതായത് തിരിച്ചു പോകാതിരിക്കാൻ. വിഷ്ണു സഹസ്രനാമത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്, ഇല്ലേ? ഇതൊരു താന്ത്രിക ശ്രുതിയാണ്. അപ്പോ ഈശ്വര ഉവാച ശ്രീരാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഒരു രാമനാമം എന്ന് പറയുന്നത് സഹസ്രനാമത്തിന് തുല്യമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞാല് ഇത് ത്രേതായുഗത്തിലുള്ള രാമനെ അല്ല പറയുന്നത്. കാരണം ഇത് പരബ്രഹ്മ തത്വമായിരിക്കുന്ന പരമശിവനെയാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ പിങ്കളയുമായിട്ട് ബന്ധപ്പെടുത്തി ഹംസമന്ത്രം എന്ന് പറയുന്നത്. കാരണം ദേവിയും കാലവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു ദേവി ഉപാസകൻ അറിയണം. കാരണം കാലവുമായി ബന്ധപ്പെട്ട കറുപ്പ്, നീല തുടങ്ങിയ നിറങ്ങളോട് കൂടിയ ദേവിയാണ് നമ്മള് കാളി, അല്ലെ? കറുപ്പ് കലർന്ന നീലയാണ് ദേവിക്ക്. അപ്പൊ ഘനശ്യാമ വർണ്ണം അത് അനന്തതയെ പ്രതിനിധാനം ചെയ്യാണ്. ഈ നിറത്തിന് താന്ത്രികമായിട്ട് ധാരാളം ഗൂഢാർത്ഥങ്ങളുണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ നിന്നും പ്രാണൻ അഥവാ ജീവൻ പുറത്തു പോകുന്ന അവസരത്തില് ഇതിനെ യോഗിമാർ സാക്ഷാത്കരിച്ചത് നീല നിറത്തിലാണ്. ഇത് കാളിയുടെ നീല നിറത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ അനന്തമായതെന്ന് പറയുന്നത് എന്താ? കാലമാണ്. അപ്പൊ 36 തത്വങ്ങളെല്ലാം തന്നെ കാലത്തിലൂടെയാണ് ഉരുത്തിരിയുന്നത്. അപ്പൊ കാലം എന്തെന്ന് ആർക്കും ഇന്നുവരെ വ്യക്തമായിട്ടില്ല. ഇതൊരു പദാർത്ഥമല്ല. ഈ അവിടെ അനുഭവ പ്രത്യക്ഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. കാലം എന്ന് പറയുന്നത് എന്താണ്? അത് ആപേക്ഷികമാണ്. അപ്പൊ കാലസ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നു. ഭഗവാൻ കാലസ്വരൂപനാണ്, അല്ലെ? അപ്പൊ ഈ കാലം എങ്ങനെ ഉണ്ടായി? ഭൂമി കറങ്ങുന്നത് കൊണ്ടല്ല കാലം ഉണ്ടായത്. കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി കറങ്ങുന്നത്. അപ്പൊ ഭൂമിയുടെ സംക്രമണം കൊണ്ടാണ് നമുക്ക് കാലം അനുഭവപ്പെടുന്നത്. കാലം എന്നാൽ ദേവി മഹാത്മ്യം പറയുന്നു കലാകാഷ്ടാദി രൂപേണ പരിണാമപ്രദായിനി. അപ്പൊ കല, കാഷ്ട, ത്രുടി തുടങ്ങിയവയെല്ലാം തന്നെ കാലത്തിന്റെ ഘടകങ്ങളാണ്. അപ്പൊ ഈ ബ്രഹ്മപ്രളയം അല്ലെങ്കിൽ മഹാപ്രളയം വരെയുള്ള കാലത്തിന്റെ ഘടനയാണിത്. ഈ പരിണാമം ഉണ്ടാക്കുന്നത്, അതായത് ആ ഉണ്ടാക്കുന്ന ശക്തിയാണ് നമ്മൾ കാളി എന്ന് പറയുന്നത്, കാലസ്വരൂപിണി. അപ്പൊ മഹാകാലത്തെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ദേവി മഹാകാളിയായി തീർന്നത്. ഇനി മഹാകാലത്തെ സംഹരിക്കുകയും ചെയ്യുന്നുണ്ട്.
കാളിയുടെ ഭാവം എന്ന് പറയുന്നത് കാലസൃഷ്ടിയും സംഹാരവുമാണ്. ഇതുകൊണ്ട് തന്നെ ദേവിയെ രൗദ്രഭാവത്തിൽ കാണപ്പെടുന്നു. ഈ സൃഷ്ടി സംഹാരങ്ങൾക്കിടയിലുള്ളതാണ് തിഥികൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്ന ശക്തി സ്വരൂപത്തെയാണ് നമ്മളെ മഹാകാളി എന്ന് പറയുന്നത്. മഹാകാലം എന്നാല് അനന്തമായ കാലം, ബ്രഹ്മപ്രളയം, ആ മഹാപ്രളയം വരെയുള്ള കാലത്തെ സൃഷ്ടിച്ചത് കാളിയാണ്. അപ്പൊ മഹാകാലൻ എന്ന ശിവനെ സൃഷ്ടിച്ചത് ദേവിയാണ്. പിന്നീട് അംശഭൂതയുമായി തീർന്നതും അമ്മ തന്നെയാണ്. അങ്ങനെ മഹാകാലനും മഹാകാളിയും ഉണ്ടായി. നമ്മൾ എന്താ സൗന്ദര്യലഹരി കണ്ടിരിക്കുന്നത്? ശിവശക്തിയായുക്തോ യതിഭവത ശക്ത പ്രഭവിതം. അതനുസരിച്ച് ദേവിയാണ് ശിവനെ ചലിപ്പിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ഈ കുണ്ടലിനിയാണ് ശവമായിട്ട് ഇരിക്കുന്ന ശിവന് അസ്തിത്വം നൽകുന്നത്. അപ്പൊ മഹാകാളിയുടെ അവതാരമാണ് ഭദ്രകാളി. ശിവന്റെ മൂന്നാം തൃക്കണിൽ നിന്ന് വരുന്ന ഭദ്രകാളി ശിവപുത്രി തന്നെയാണ്. അപ്പൊ ദാരുകനെ വധിക്കാനും രക്തബീജനെ കൊല്ലുവാനും രക്ഷയജ്ഞം ഇല്ലാതാക്കാനും ഭദ്രകാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇനി രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമൻ അയോധ്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സഹസ്രമുഖ രാവണൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു എന്നും രാമൻ അയാളുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നും സീതാദേവി കാളി സ്വരൂപത്തിലെ സഹസ്രമുഖ രാവണനെ വധിച്ചുവെന്നും പുരാണം പറയുന്നുണ്ട്. അപ്പൊ സീത ഭൂമിപുത്രിയാണ്. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പൊ സീത എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തി തന്നെയാണ്. ഇനി ഭദ്രകാളി എന്ന് പറയുന്നത് ഭദ്രം, അതായത് ശുദ്ധ ആത്മജ്ഞാനം, അതായത് ജീവ ബ്രഹ്മ ഐക്യം. ഭദ്രം കലയിതി ഭദ്രകാളി. അപ്പൊ ഭദ്രത്തെ, അതായത് പരിപാവനമായിരിക്കുന്ന എന്താണ് ലോകത്തിലുള്ളത്, ആ ശുദ്ധ ആത്മജ്ഞാനത്തെ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. മനുഷ്യന് നേടാനായിട്ട് വേറെ ഒന്നുമില്ല. ഇവിടെ നേടുന്നതല്ലേ ഇവിടെ വിട്ടിട്ട് പോകണം, അല്ലെ? അപ്പൊ ആ ശുദ്ധമായിരിക്കുന്ന ആത്മജ്ഞാനം, അതായത് ആത്മലാഭാത് പരം വിന്ധ്യതേ എന്നാണ് വേദം പറയുന്നത്. എല്ലാ വിദ്യകളുടെയും പരമമായ ലക്ഷ്യം എന്താണ്? ആത്മലാഭമാണ്. ആത്മാവിനെ അറിയുക, ഞാൻ ആരാണെന്ന് അറിയുക, അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ശുദ്ധ വിജ്ഞാനമാകുന്ന ആ ഒരു ജീവ ബ്രഹ്മ ഐക്യരൂപത്തെയാണ് നമ്മൾ ഭദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് ഭദ്രം കർണേഭി ശൃണുയാമ ദേവ എന്ന് പറയുന്നത്. അപ്പൊ ജീവ ബ്രഹ്മ ഐക്യ അനുഭൂതിയാണ് ഭദ്രം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഉയർന്നതും പരിപാവനമായിരിക്കുന്നതും. അപ്പൊ അതിനെ ഉണ്ടാക്കുന്നവൾ ഭദ്രകാളി. ദേവി പരമാത്മ സ്വരൂപിയാണ്. അപ്പൊ ശ്രവണ മനന നിധിധ്യാസനത്തിൽ നിധിധ്യാസനമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ഭദ്രകാളി പൂജ എന്നത്, അതായത് ഈ പൂജ യോഗീശ്വരന്മാർ ചെയ്തിരുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മാത്രമാണ്, ഭോഗങ്ങൾക്കല്ല. അപ്പൊ ദേവിയുടെ രഹസ്യ, അതിരഹസ്യ, പരാപര രഹസ്യവും ഉണ്ട്. അപ്പൊ പരാപര ഭാവം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷത്തെ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ കാളി നമുക്ക് തരുന്നത് ബ്രഹ്മസാക്ഷാത്കാരമാണ്. ഇപ്പൊ വർണ്ണ, ജാതി, പണ്ഡിത, പാമര, ധനിക, ദരിദ്ര വ്യത്യാസങ്ങളില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ ഏവരാലും ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് മഹാകാളി. അപ്പൊ ദേവി ശത്രു സംഹാരിണി മാത്രമല്ല, വിദ്യാപ്രദായിനി കൂടിയാണ്, മോക്ഷപ്രദായിനിയാണ്. ദേവി അറിയപ്പെടുന്നത് കാളിദാസൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായിരിക്കുന്ന കവിയെ നമുക്കറിയാം. വിശ്വകവിയായിരിക്കുന്ന കാളിദാസൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് പണ്ഡിതനായി തീർന്നത്. കേരളത്തിലെ ബ്രാഹ്മണർ മുതൽ അഗസ്ത്യർ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ വരെ ഭദ്രകാളി സേവ ചെയ്യുന്നവരാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യമില്ലാത്ത ഒരു ജനപദം കേരളത്തിലില്ല. അയ്യപ്പനും ഗുരുവായൂരപ്പനും മുമ്പ് കേരളത്തിൽ എല്ലായിടത്തും ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്തിയോടെ അമ്മയ്ക്ക് സമർപ്പണം ചെയ്ത് ആരാധിച്ചിരുന്നു എന്നും പറയുന്നു. അപ്പൊ കാളി ഉപാസനയിലെ ജാതിഭേദം പാടില്ല എന്ന് മഹാനിർവാണ തന്ത്രം പറയുന്നുണ്ട്. അപ്പൊ പരമാത്മാവായിരിക്കുന്ന കാളി പ്രസാദത്തില് ജാതി ഭേദം ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവൻ മഹാപാതകിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഭൈരവി പൂജ നടക്കുന്നിടത്ത് ആരെത്തിച്ചേർന്നാലും അവരെ ബ്രാഹ്മണരായിട്ട് കാണണം എന്നാണ് പറയുന്നത്. കേരളത്തിൽ എല്ലാവരും പൂജിച്ചിരുന്ന ഒരു മൂർത്തിയാണ് കാളി ദേവി. അമ്മ സാർവജനനീയാണ്. ആര് ഏതൊക്കെ രീതിയിൽ ഭജിക്കുന്നുവോ അവർക്ക് ആ രീതിയിൽ അനുഗ്രഹം കൊടുക്കുന്നവളാണ് കാളി. അപ്പൊ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെയാണ് ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇവരിൽ ആരോ ആയിക്കൊള്ളട്ടെ, കാര്യസാധ്യത്തിനും ശത്രു സംഹാരം, മോക്ഷപ്രധാനമായിരിക്കുന്ന എല്ലാറ്റിനും, എല്ലാ ഭാവത്തിലും കാളിയെ പ്രകടഭാവം, രഹസ്യഭാവം, അതിരഹസ്യഭാവം, പരാപരഭാവം എന്നിങ്ങനെ ഏത് രീതിയിലും മനുഷ്യർക്ക് പൂജിക്കാം. അതുകൊണ്ടാണ് വിദ്യാപ്രധാന സമയെ ശരദിന്ദു ശുഭ്രാം, ലക്ഷ്മി പ്രധാന സമയെ നവവിദ്രുമാഭാം, നിശേഷ വർഗനിലയെ തമാല നീലാം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യമാണ്. അപ്പൊ ഈ പറയുന്നത് ദേവി സന്ദർഭം അനുസരിച്ച് ഓരോ ഭാവത്തിൽ, ഓരോ രൂപത്തില് ദേവി അനുഗ്രഹിക്കുന്നു. പക്ഷെ പരമോന്നത ലക്ഷ്യം എന്താണ്? മോക്ഷം എന്ന് പറയുന്ന ജീവ ബ്രഹ്മ ഐക്യ അനുസന്ധാനമാണ്. ദേവിയോട് നമ്മൾ ചോദിക്കേണ്ടത് എന്താ?
കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ്. നമ്മള് കാളി ദേവിയെ എന്താ പറയാ കാണുമ്പോൾ ഒരു ഭീതിയുള്ള രൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ആ ഉപാസന എന്താണെന്ന് അറിഞ്ഞാൽ അതിന്റെ ആ പുറകിലത്തെ തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേവി ആരാണ്? ശരിക്കും ദേവി യോഗിനിയാണ്, യോഗ ഭയങ്കരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ധ്യായേത് കാളിയും മഹാമായും ത്രിനേത്രം ബഹുരൂപിണിയും ചതുർഭുജാം ലലജിഹ്വാം പൂർണ്ണചന്ദ്ര നിഭാന ആനനാം നീലോൽപലദള പ്രഖ്യാം ശത്രു സംഘവിധാരിണീം നരമുണ്ട തഥാ ഖഡ്ഗം കമലം ച വരാം തഥാ വിപ്രാണാം രക്തവസനാം ദംഷ്ട്രാകാളീം ഘോരരൂപിണീം എന്നാണ് ദേവിയെ കുറിച്ച് പറയുന്നത്. ദേവിയുടെ ധ്യാനം ഇങ്ങനെയാണ്. കാരണം യോഗിനി യോഗഭയങ്കരി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്ഥാപിത കുണ്ടലിനിയാണ് പറയുന്നത്. അപ്പൊ നമ്മളെ പരാശക്തി എന്ന് പറയുന്ന ആ ഒരു പരമമായിരിക്കുന്ന ചൈതന്യത്തെയാണ് കാളിയെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നത്. ആ പരാശക്തി ആരാധനയിലൂടെ മാത്രമേ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. ഏകമായിരിക്കുന്ന ശിവബോധത്തിൽ എത്തണമെങ്കിൽ എന്താ വേണ്ടേ? പരാശക്തിയെ കുറിച്ച് ആഴത്തിലുള്ള അവഗാഹം വേണം അല്ലെ. ദശമഹാവിദ്യയിലെ ആദ്യ ശക്തി സ്പന്ദനമാണ് കാളി. അതിൽ തന്നെ രക്തകാളി എന്നും ശ്യാമാകാളി എന്നും രണ്ട് ഭാവമുണ്ട് ദേവിക്ക്. അതിൽ രക്തകാളി എന്നാൽ സിക്കിം തുടങ്ങിയ രാജ്യങ്ങളിൽ, അതായത് ടിബറ്റൻ സമ്പ്രദായത്തിലെ സെൻ ബുദ്ധിസ്റ്റ് അവര് ആരാധിക്കുന്ന, അവര് സ്വീകരിച്ചിരിക്കുന്ന താര എന്നുള്ള ദേവിയാണ്. അപ്പൊ ശ്യാമാകാളിയാണ് ബംഗാളിൽ ആരാധിച്ചു വരുന്ന ദക്ഷിണാകാളി. ഇപ്പൊ കേരളത്തിലുള്ള കാളി മന്ത്രപരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കാളി ഉപാസനയ്ക്ക് പല തലങ്ങളുണ്ട്. കാളി ഉപാസനയ്ക്ക് പ്രകടം, രഹസ്യം, അതിരഹസ്യം, പരാപര അതിരഹസ്യം എന്നുള്ള ഭാവങ്ങളാണ് ഉള്ളത്. ഇപ്പൊ സാധാരണ കൗള ഉപാസനയുടെ ആരംഭം, തരുണം, യൗവനം തുടങ്ങി 7 അവസ്ഥകളുണ്ട്. അതുപോലെ കാളി ഉപാസനാ ഘട്ടങ്ങളില് ദേവിയുടെ പ്രകടഭാവങ്ങളാണ് കാവുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ആ പ്രകടഭാവത്തിലെ പഞ്ചമകാരങ്ങളെ രഹസ്യമായിട്ട് ആ ഒരു ഉത്സവങ്ങളൊക്കെ നടത്തി ചെയ്യുന്ന ഭാവമാണ് പ്രകടഭാവം എന്ന് പറയുന്നത്. രണ്ടാമത്തത് രഹസ്യഭാവമാണ്. അത് പഞ്ചമകാരങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ശാക്തേയ പൂജ എന്ന് പറയുന്നത്. ഇനി രഹസ്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ഉത്തര കൗളമാണ്. അത് പറയാൻ പാടില്ല. പരാപര അതിരഹസ്യം എന്ന യോഗീശ്വരന്മാർ അനുഭവിക്കുന്നത് ആനന്ദമാണ്. അപ്പൊ യോഗീശ്വരന്മാർ അനവസ്ഥ അല്ലെങ്കിൽ ഉന്മന അവസ്ഥകളിൽ എത്തിച്ചേർന്ന് ആ പ്രാണശക്തിയായ കുണ്ടലിനിയെ അനുഭവിച്ചറിയുന്നതാണ്. ഈ എല്ലാ തലത്തിലും ഉപാസന ചെയ്ത ആളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹം ആ പരാപര ഭാവത്തില് എത്തിയപ്പോഴാണ് അവതാര പുരുഷനായിട്ട് തീർന്നത്. അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ദേവി ദർശനം കിട്ടിയ ആളാണ്. ദേവിയെ എന്താ പറയാ വീരജനനി ഉപാസനയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ആ ഒരു കോഴിവെട്ടോട് കൂടിയ ഗുരുതി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ദാരിക നിഗ്രഹ ശേഷമുള്ള ദേവിയുടെ ആ ഒരു താണ്ഡവ നൃത്തമാണ്. ഇതിൽ പ്രകടമായ ആചാരമായിട്ട് ഭാരതത്തിലും കേരളത്തിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇനി കാളി തന്നെ കുണ്ടലിനിയായിട്ട് 6 കോണിപ്പടി, അതായത് 6 ചക്രങ്ങളെ അതിക്രമിച്ച് സഹസ്രാരം എത്തുമ്പോൾ നമ്മള് ദേവിയുടെ പേരാണ് കാമേശ്വരി, ത്രിപുരസുന്ദരി, രാജരാജേശ്വരി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദേവിയെ സംബോധന ചെയ്യുന്നത്. അപ്പൊ ഒരാള് തന്നെയാണ് ഈ വിവിധ രൂപങ്ങൾ എടുക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ അത്ര കഠിനമായ സാധനയിലൂടെ മാത്രമേ ഉപാസകന് ആ ദേവിയെ കിട്ടുള്ളൂ. അതിന് അനുമതി എന്താ പറയാ, ഈ എന്താ പറയാ ദേവി തന്നെ നമുക്ക് തരണം. നമ്മൾ അതിന് പാകപ്പെടണം. ഇപ്പൊ കാളിയുടെ പരാപര തത്വത്തെ അറിയണമെങ്കിൽ എന്താ, ഇപ്പൊ നമ്മളെ ഒരു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നമ്മുടെ ദേവി ഉപാസന എന്ന് പറയുന്നത് കാളിയെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ത്രിപുരസുന്ദരി മറ്റു ദേവിയുടെ ഭാവങ്ങളെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ പരമശിവന്റെ ശിഷ്യനാണ് പരശുരാമൻ എന്ന് പറയുന്നത്. എല്ലാ തന്ത്രങ്ങളും ശിവനിൽ നിന്നാണ് ഉദ്ഭൂതമായിരിക്കുന്നത്. സൂത്രം എന്നാല് അല്പ അക്ഷരം അല്ലെങ്കിൽ സംശയരഹിതം, സാരവത്തായിരിക്കുക, എല്ലാ തത്വങ്ങളും അടങ്ങിയാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പരശുരാമ കൽപ്പസൂത്രമാണ് നമ്മൾ ദേവി ഉപാസനയിൽ നമ്മൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ആ ഒരു പ്രാമാണികതയുള്ള ടെക്സ്റ്റ്. ഒരു സാധാരണക്കാര് മനസ്സിലാക്കുന്നത് ആ ഒരു ഭാഷ്യങ്ങളിലൂടെയാണ്. അപ്പൊ പരമശിവൻ തന്റെ ആ ഒരു നൃത്ത അവസാനത്തില് ഉടുക്കുകൊണ്ട് 14 സൂത്രങ്ങൾ ഉണ്ടാക്കിയെന്നും അതാണ് സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാനം എന്നും പറയപ്പെടുന്നു അല്ലെ. അധ ചൈതന്യം ആത്മാ എന്ന് ശിവസൂത്രം. അപ്പൊ എല്ലാ സൂത്രങ്ങളും തുടങ്ങുന്നത് അധ എന്നുള്ള ഒരു വാക്കുകൊണ്ടാണ്. ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ഉണ്ടായ 2 വാക്കുകളാണ് ഓംകാരവും അധ എന്നതും. ഈ 2 ശബ്ദങ്ങളും മംഗളാചരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. മംഗളം എന്ന് പറഞ്ഞത് മംഗല ഇതി മംഗളം, മം അല്ലെ. മം എന്നാൽ എന്താ പറയാ, ആ എന്താ പറയാ അശുഭം, അതായത് അതിനെ ആ ഒരു ഗല ഇതി ഇല്ലാതാക്കുന്നത് അല്ലെ, അശുഭങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നത് മംഗളം.
അശുഭം എന്നെന്താണ്? ഈ ജനന മരണ സംസാര ബന്ധത്തെ തന്നെയാണ് അശുഭം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? അതിനെ ഇല്ലാതാക്കുന്നത് എന്തോ അത് മംഗളം. അഥ എന്ന് പറഞ്ഞാൽ എന്താ? അതിനുശേഷം എന്നർത്ഥം. അതിനുശേഷം എന്താണ്? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഒരാൾ അവസാനം ജന്മത്തിൽ മാത്രമാണ് ദേവിയെ ഉപാസകനായിട്ട് തിരിയുന്നത്, അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസകൻ, അല്ലെങ്കിൽ ദേവിയിലോട്ട് നമ്മുടെ മനസ്സ് തിരിയുന്നതെന്ന് അർത്ഥം. അപ്പൊ അതിനു മുമ്പ് ധാരാളം ജന്മങ്ങളിൽ ധാരാളം ദേവന്മാരെ ഉപാസിച്ച് എന്തൊക്കെയാ ശൈവം ശക്തയം തുടങ്ങിയ അനേക ഉപാസനകൾ കഴിഞ്ഞ് എപ്പോഴാണോ ജന്മവിച്ഛേദം വരുത്തുന്നത് ആ അവസരത്തിൽ മാത്രമാണ് ഒരാള് ശ്രീവിദ്യ ഉപാസകൻ അല്ലെങ്കിൽ ദേവി ഉപാസകനായിട്ട് മാറുന്നത്. ഇപ്പൊ ശ്രീവിദ്യ മന്ത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദേവി ഉപാസകനല്ല എന്ന് പറയാൻ പറ്റില്ല. നവാക്ഷരി മന്ത്രത്തെ ഉപാസിക്കാം, ബാലാമന്ത്രത്തെ ഉപാസിക്കാം, അല്ലെ? ദേവിയുടെ ഏത് ഭാവത്തെ വേണമെങ്കിലും നമുക്ക് ഉപാസിക്കാം. പക്ഷെ നിഷ്ഠയായിട്ടുള്ള കർമ്മങ്ങളിലൂടെ മാത്രമേ ദേവിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ജന്മജന്മാന്തരങ്ങളിൽ ഇത്തരത്തിലുള്ള ഉപാസന ചെയ്തവരെന്നാണ് ഇവിടെ അഥ എന്ന് പറയുന്നത്. അനന്തരം എന്ന വാക്കിന്റെ അർത്ഥം. അഥഹ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്നാൽ ജന്മവിച്ഛേദനം നടത്തണം എന്നുള്ളത് കൊണ്ട് ആത്മലാഭമാണ് ന പരം വിദ്യതോ. കാരണം ആത്മജ്ഞാനം നേടണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നു. ദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ദീയതേ വിമല ജ്ഞാനം ക്ഷീയതേ പാപരാശയ. വിമലമായ ജ്ഞാനം, വിമലം എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ ശുദ്ധമായിരിക്കുന്ന ജ്ഞാനത്തെ തരുന്നതും പാപത്തെ ഇല്ലാതാക്കുന്നതുമാണ് ദീക്ഷ. മുക്തി സൗധത്തിലേക്കുള്ള ഒന്നാമത്തെ കോണിപ്പടിയാണിത്. അപ്പൊ ദീക്ഷ എന്നത് തുടക്കം മാത്രമാണ്. അപ്പൊ ഗുരു അനുഗ്രഹത്തോടെ തത്വാർത്ഥത്തിൽ പ്രവേശിച്ച് വേണം മോക്ഷപദത്തിലെത്താൻ. അപ്പൊ ദീക്ഷാനാമം പോരാ, നിരന്തരമായിരിക്കുന്ന തത്വബോധം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും താൻ ശിവനാണെന്ന ഭാവം ഉണ്ടായിരിക്കണം. ആ തലത്തിൽ എത്തിയാൽ മാത്രമേ തത്വമസി മഹാവാക്യത്തെ അനുസന്ധാനം ചെയ്ത് മോക്ഷപദത്തിലെത്താൻ സാധിക്കുള്ളൂ. സ്വഗുരു ദേവത, അതിനെ നിരന്തരം ധ്യാനിക്കണം നമ്മൾ. കാരണം നമ്മൾ ആ ചതുർവിധ ഐക്യ അനുസന്ധാനത്തിലൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? മന്ത്രം, യന്ത്രം, ഗുരു, ദേവത. അപ്പൊ ഏത് ദേവി ഉപാസനയിലും ഇത് നാലിനെയാണ് നമ്മൾ ചതുർവിധ ഐക്യ അനുസന്ധാനം എന്ന് പറയുന്നത്. ഇത് സാധ്യമാകണം. അപ്പോൾ എന്താണ് ഗുരുതത്വം? ഗുകാരമാകുന്ന അന്ധകാരത്തെ രുകാരമാകുന്ന നിരോധം ചെയ്യുന്നതാരോ ആ വ്യക്തിയെ നമ്മൾ ഗുരു എന്നറിഞ്ഞാലും. ഗുരു സാക്ഷാൽ പരബ്രഹ്മ. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? പരമശിവൻ തന്നെയാണ്, അല്ലെ? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര. അപ്പൊ 4 മുഖങ്ങളില്ലാത്ത ബ്രഹ്മാവും 4 കൈകളില്ലാത്ത വിഷ്ണുവും 3 കണ്ണുകളില്ലാത്ത ശിവനുമാണ് ഗുരു എന്ന് ഗുരുഗീത പറയുന്നുണ്ട്. അപ്പൊ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന വ്യക്തി ക്ഷോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ചതുർവിധ ഐക്യ അനുസന്ധാനം ചെയ്യണം. അപ്പൊ ഭൂതങ്ങളുടെ ഉൽപ്പത്തി നാശവും ജീവനുകളുടെ ആഗമനവും ഗമനവും വിദ്യയും അവിദ്യയും അറിയുന്ന ഏകം സത് വിപ്ര ബഹുധാ വദന്തി. അപ്പൊ ആ സത്ത് വസ്തുവിനെയാണ് നമ്മൾ ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മം, അതിനെയാണ് നമ്മൾ പല രീതിയിൽ ഈ കാണപ്പെടുന്ന നാമരൂപങ്ങളായിട്ട് പറയുന്നത്. പരമശിവ ഭട്ടാരകൻ എന്ന് പറഞ്ഞ രാജാവ് എന്നാണ് അർത്ഥം സംസ്കൃതത്തില്. അപ്പൊ പ്രപഞ്ചമാകുന്ന നാടകത്തിലെ രാജാവാണ് സാക്ഷാൽ പരമശിവൻ, അല്ലെ? സംസാര ജീവിതം ഒരു കാവ്യമാണ്. ജനനം മരണം സുഖം ദുഃഖം എല്ലാം നമ്മൾ വന്നുപൊക്കൊണ്ടേയിരിക്കണം. ഈ കാവ്യത്തിന്റെ ഉപജ്ഞാതാവ് നായക കഥാപാത്രമായിരിക്കുന്ന രാജാവാണ് ഇതിലെ പരമശിവൻ, അല്ലെ? അങ്ങനെ പരാശക്തി എന്ന് പറയുന്ന പരാഭട്ടാരിക, അല്ലെ? ശുദ്ധ സംവിത് സ്വരൂപിണിയായിരിക്കണം ഭൈരവിയായ ദേവി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് ശിവൻ തന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നും 5 ആംനായങ്ങളെ സൃഷ്ടിച്ചതെന്ന് തന്ത്രശാസ്ത്രം. പൂർവം, പശ്ചിമം, ദക്ഷിണം, ഉത്തരം, ഊർധ്വം ഇവയെല്ലാം തന്നെ ആ പരമാർത്ഥ സൂക്ഷ്മ വശങ്ങൾ അടങ്ങിയതാണ്. അപ്പൊ വേദാംഗങ്ങളിലുള്ള എല്ലാ രഹസ്യ സൂക്ഷ്മ വശങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ. 64 തന്ത്രങ്ങൾ ഇതിലാണ്. ഇതിൽ ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ടാക്കിയതാണിത്. ആ പഞ്ച ആംനായമാണ് തന്ത്രശാസ്ത്രം. സാക്ഷാൽ പരമശിവന്റെ 5 മുഖങ്ങളിൽ നിന്ന് നിർഗളിച്ചിരിക്കുന്നത്. സദ്യോജാതം എന്ന് പറയുന്നത് പശ്ചിമമാണ്. വാമദേവം എന്ന് പറഞ്ഞാൽ വാമദേവം, അഘോരം, ദക്ഷിണാംനായം, അതായത് തത്പുരുഷം, ഈശാനം, ഇങ്ങനെ 5 മുഖങ്ങളാണ് ശിവനുള്ളത്. 5 ആംനായങ്ങൾ ശിവന്റെ പഞ്ചമുഖത്തിൽ നിന്നുണ്ടായതാണ്. ഇനി 6ാമത്തേത് ഷഡാംനായം ഒരെണ്ണമുണ്ട്. അത് അനുത്തരാംനായം എന്നത് വളരെ രഹസ്യമായിട്ട് പറയപ്പെട്ടതാണ്. അപ്പൊ പഞ്ചാംനായ ഭൂതമാണ് ശ്രീവിദ്യ തന്ത്രം എന്ന് പറയുന്നത്. പരമശിവ ഭട്ടാരകൻ തന്റെ ശിഷ്യഭാവത്തിലിരിക്കുന്ന ശ്രീദേവിക്ക് 5 ആംനായ തത്വങ്ങളും പറഞ്ഞു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്.
ഈ ശ്രീവിദ്യ ശാസ്ത്രം ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ധർമ്മശാസ്ത്രമാണോ അർത്ഥ കാമ മോക്ഷശാസ്ത്രമാണോ എന്ന് ആദ്യം അറിയണം. കാരണം ഇത് മോക്ഷശാസ്ത്രമാണ്. ഉളാർണവ തന്ത്രം പറയുന്നു മോക്ഷത്തിന്റെ സോപാനമായിരിക്കുന്ന നരജന്മം. 84 ലക്ഷം ജീവജാലങ്ങളിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് വളരെ ദുർലഭമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും ആത്മാവിനെ അറിയാൻ ആരാണോ ശ്രമിക്കാത്തത് അവനേക്കാൾ നീചൻ, അവനേക്കാൾ നികൃഷ്ടൻ, പാപി വേറെയില്ല. അപ്പോൾ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് അല്ലെ. മറ്റ് ജീവജാലങ്ങളെല്ലാം ജായന്തേ ജീവന്തേ മ്രിയതേ, ജനിക്കണു, ജീവിക്കണു, മരിക്കണു. അവർക്ക് പുരുഷാർത്ഥങ്ങളൊന്നുമില്ല. മനുഷ്യന് മാത്രമേ മോക്ഷം എന്നുള്ളൂ. അപ്പൊ മോക്ഷശാസ്ത്രമായിരിക്കുന്ന ശ്രീവിദ്യക്ക് അധികാരി ആരാണെന്ന് ചോദിച്ചാല് വിധിപ്രകാരം വേദാംഗങ്ങൾ പഠിച്ചിരിക്കണം. അത് ഈ ജന്മത്തിലോ മുൻപുണ്ടായിരുന്ന ജന്മത്തിലോ ആകാം. ആ പഠനത്തിന്റെ സംസ്കാരം ഈ ജന്മത്തില് നമുക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിൽ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അത് ഉറപ്പാണ്. നമ്മളെ ജഡഭരതന്റെ കഥയൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. കാമ്യകർമ്മങ്ങളായിട്ടും ആ ഒരു എന്താ പറയുക വിധി നിഷേധ കർമ്മങ്ങളൊന്നും ചെയ്യാതെ നിത്യനൈമിത്തിക പ്രായശ്ചിത്ത വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഉപാസനകൾ ചെയ്ത് നിർമ്മല ചിത്തരായവരാണ് യഥാർത്ഥത്തിൽ ഈ മോക്ഷവിദ്യക്ക് അധികാരികൾ. ഒരാള് ഒരു ബഹുജന്മങ്ങളില് ശൈവ വൈഷ്ണവ ശാക്തേയ ഉപാസനകൾ ചെയ്താൽ മാത്രമേ അവസാനം ദേവീ ഉപാസന എന്ന് പറയുന്ന ശ്രീവിദ്യ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന അർത്ഥം. ഇത് അവനാൽ നിശ്ചയിക്കണം. കാരണം ഈ വ്യാവഹാരിക ജീവിതം തന്നെ നമുക്കെന്താ നയിച്ചു കൊണ്ട് പോകുന്നത് തന്നെ മോക്ഷത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് തന്ത്രം നിർദ്ദേശിക്കുന്നത്. കാരണം ദേവി ഭോഗമോക്ഷപ്രദയാണ്. എത്രശ്ച ഭോഗോ ന തത്ര മോക്ഷക, എത്രശ്ച മോക്ഷോ ന തത്ര ഭോഗഃ. ശ്രീ സുന്ദരീ സേവന തത്പരാണം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥേവ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? 36 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചാണ് അല്ലെ. 24 സാഖ്യ ദർശന തത്വങ്ങള്, സാധാക്യ കലകള് അല്ലെ. ആ ഒരു ചേർന്ന സാധാക്യ കല എന്ന് പറഞ്ഞാൽ പരമശിവ ഭാവം എന്നർത്ഥം. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താ പറയണത്? എവിടെയാണോ എന്താ പറയാ ഭോഗമുണ്ട് അവിടെ മോക്ഷമില്ല, മോക്ഷമുള്ളിടത്ത് ഭോഗമില്ല. പക്ഷെ ഈ ദേവിയെ ഉപാസിച്ചാല് ഭോഗവും മോക്ഷവും ഒരേപോലെ കിട്ടും എന്ന് പറയുന്നു. അപ്പോ ശരീര കഞ്ചുകം ധരിച്ച ജീവനാണ് ശിവനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ശിവൻ അനാദിയായിട്ടുള്ള ബോധമാണ് അല്ലെ. നിത്യതൃപ്തനാണ്, സ്വതന്ത്രനാണ്. ഇതിന്റെ എല്ലാം സങ്കോച ഭാവത്തെയാണ് നമ്മൾ ജീവൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ. അപ്പം നിയതിക്ക്, അതായത് നിയതി എന്ന വിധിക്ക്, അതായത് ഡെസ്റ്റിനിക്ക് അധീനരാണ് നമ്മളെല്ലാരും ജീവന്മാര്. അതിനതീതമാണ് പരമശിവൻ. അപ്പൊ ഷഡ്ഭാവങ്ങളുള്ള ജീവന് കാലം എന്താ പറയാ, കാലം എന്ന് പറയുന്നത് എന്താ? സാധകമാണ്. ശിവൻ നിത്യനാണ് അല്ലെ. അപ്പൊ ജീവന് കലയാകുന്ന അവയവങ്ങളുണ്ട്. ശിവൻ നിഷ്കളമാണ്. ഇതൊക്കെ തന്നെയാണ് വ്യാവഹാരികം പാരമാർത്ഥികം എന്നൊക്കെ നമുക്ക് തോന്നുന്ന മായയും അവിദ്യയും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. പരമശിവന്റെ ജഗത് സൃഷ്ടിക്കുള്ള ആരംഭം ശക്തിയിൽ നിന്നാണ്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ എന്ന 3 തത്വം എന്ന് പറയുന്നത് എന്താ? ആ സത്വരജസ് തമോ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. സത്വം മാത്രമുള്ളപ്പോൾ ദേവന്മാരും രാജസവും താമസവും ഉണ്ടാകുമ്പോൾ മനുഷ്യരും, രജോ ഗുണം കൂടുമ്പോൾ രാക്ഷസന്മാരും, തമോ ഗുണം കൂടുമ്പോൾ തിരിയക്കുകളും വൃക്ഷലതാദികളും ഉണ്ടാകുന്നു എന്ന് പറയണം. അപ്പൊ ഗുണത്തിന്റെ വ്യത്യസ്ത അനുപാതം കൊണ്ടാണ് വൈവിധ്യമാർന്ന സൃഷ്ടികൾ നടക്കുന്നത്. ഗുണവൈവിധ്യങ്ങൾ ഒരു പരമാണുവിലും ഉണ്ട്. ഈ 36 തത്വങ്ങളെയാണ് സമഷ്ടിയിൽ 4ആയിട്ട് വിഭജിച്ചിരിക്കുന്നത്. എന്താണ്? 1 ആത്മതത്വം, 2 വിദ്യാതത്വം, 3 ശിവതത്വം അല്ലെ. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ മായികമല, 4മത്തത് സർവതത്വം. ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. പൂജാ സമയത്ത് നമ്മൾ തത്വശോധനം ചെയ്യാറുണ്ട് അല്ലെ. ആത്മതത്വം ശോധയാമി, വിദ്യാതത്വം ശോധയാമി എന്നൊക്കെ ചെയ്യാറുണ്ട്. ആദ്യം പറഞ്ഞ 24 തത്വങ്ങളെയാണ് നമ്മൾ ആത്മതത്വത്തിലും, പിന്നെ മായ വരെയുള്ള വിദ്യാതത്വവും ഈശ്വരൻ വരെയുള്ളത് ശിവതത്വങ്ങളുമാണ്. ഇതിനപ്പുറമുള്ള ശിവനും ശക്തിയും ചേർന്നാണ് സർവതത്വം. അപ്പൊ ശിവനും ശക്തിയും ചേർന്നാൽ പ്രപഞ്ചമായി കഴിഞ്ഞു അല്ലെ. അതുകൊണ്ട് സർവതത്വം. അപ്പൊ സമഷ്ടി ഭാവനയാണിത്. അപ്പൊ സമഷ്ടിയിലെ പരമശിവൻ തന്നെ വെഷ്ടിയിലെ ജീവശിവനായിട്ട് തീരുന്നു. ശരീര കഞ്ചുകിത ശിവ ജീവഹ, നിഷ്കൊഞ്ചിത ജീവ ശിവഹ. വസ്ത്രം ധരിച്ചിരിക്കുന്ന ആള് ജീവൻ, വസ്ത്രം ആവരണമില്ലാതാകുന്നത് ശിവൻ. അപ്പൊ തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു അധികാരി സംബന്ധം എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. 36 തത്വങ്ങളാണ് സമഷ്ടിയും വെഷ്ടിയും. ആത്മതത്വത്തിലൂടെ അറിഞ്ഞ് ബ്രഹ്മ ഐക്യം നേടുക എന്നതാണ് ശ്രീവിദ്യ എന്ന മോക്ഷശാസ്ത്രത്തിന്റെ ലക്ഷ്യം. അപ്പൊ ജീവനുകൾക്ക് എങ്ങനെയാണ് ശരീരം ലഭിച്ചത്? അനാദിയായിരിക്കുന്ന അവിദ്യ കൊണ്ടാണ് ശരീരം ധരിക്കുന്നത്.
കർമ്മ സംശയം ജന്മത്തിനും ജന്മാന്തരങ്ങളിലൂടെ സഞ്ചയിച്ചു വരുന്നതുമാണ് അവിദ്യ. അപ്പൊ ശിവൻ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? അനാദിയായിരിക്കുന്ന മലത്രയങ്ങൾ. എന്തൊക്കെയാണ് മലത്രയങ്ങൾ? ആണവ, മായിക, കാർമിക മലങ്ങൾ, അല്ലേ? ആ മലങ്ങളില്ലാതെ അത്യധികം ശുദ്ധമായിരിക്കുന്ന അവസ്ഥയാണ് ശിവൻ എന്ന് പറയുന്നത്. ഇതാണ് ജീവന്റെ പ്രാക് ഭാവം. അപ്പൊ ഇതില് പിൽക്കാലത്ത് മായാമലം കൊണ്ട് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുകൂടി ജീവജാലങ്ങൾ ഉണ്ടായി. അപ്പൊ 4 വിഭാഗങ്ങളായിട്ട് ജരായുജം, സ്വേദജം, ഉദ്ഭിജം, അണ്ടജം തുടങ്ങിയത് 4 വിഭാഗങ്ങൾ, അല്ലേ? ഈ 4 ശരീരങ്ങളും മനുഷ്യ ശരീരം ഉത്കൃഷ്ടമായി കാണണം. കാരണം അതിലൂടെ മാത്രമേ മോക്ഷം സിദ്ധിക്കുള്ളൂ. അപ്പൊ മോക്ഷത്തിന്റെ സോപാനമാണ് ഈ മനുഷ്യ ജന്മം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ മഹാപാപമാണ്. തന്ത്രശാസ്ത്രം മോക്ഷശാസ്ത്രമാണ്. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങള് 3 മലത്രയങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതില്ലാത്ത അവസ്ഥയാണ് നമ്മൾ മംഗള സ്വരൂപമായിരിക്കുന്ന ശിവം. അതുകൊണ്ടാണ് ഈ 3 മലത്രയങ്ങളെയും ശോധനം ചെയ്ത് നമ്മൾ പൂജയ്ക്കിരിക്കുന്നത്. പൂജയ്ക്കിരിക്കുമ്പോൾ ഓരോരുത്തരും സോഹം ഭാവയത് പൂജയത്ത് എന്നാണ്. ശ്രീചക്ര പൂജ ചെയ്യാൻ സാക്ഷാൽ ശിവന് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ ഞാൻ ശിവനാവണമെങ്കിൽ എന്ത് വേണം? മലങ്ങളെ ആവരണം ചെയ്ത് ഈ ശരീരത്തെ ഇല്ലാതാക്കണം. അതുകൊണ്ട് നമ്മൾ സങ്കല്പം ചെയ്യണം, അല്ലെ? ഭാവന കൊണ്ട് നമ്മുടെ ആത്മതത്വം ശോധയാമി, വിദ്യാതത്വം, ശിവതത്വം, സർവതത്വം ശോധയാമി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ തത്വശോധനം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ മായിക മലത്തിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് ആരും പൂർണ്ണരല്ല. എത്ര പരിശുദ്ധനാണെന്ന് പറഞ്ഞാലും ചില ദോഷങ്ങൾ ഉണ്ടാവും. പക്ഷേ ദോഷൈക ദൃക്കാകാതെ നല്ലത് മാത്രം കാണാൻ നമ്മൾ ശ്രമിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകൂ. ഗംഗാ നദി പവിത്രയാണ്, അല്ലേ? അതിൽ മുങ്ങി പാപം തീർക്കാൻ പോകുന്നയാൾ അതിൽ ഒഴുകുന്ന ജഡത്തെ കണ്ട് തിരിച്ചു വരുന്ന പോലെയാണത്. ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഗുണവാന്മാർക്ക് ചില ദോഷങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയാണ് ഒരാളിന് സദാ സന്തോഷമായിരിക്കാൻ സാധിക്കുന്നത് എന്ന് പതഞ്ജലി യോഗസൂത്രം പറയുന്നു. മൈത്രി, കരുണ, പാപകർമ്മികളോട് ഉപേക്ഷ, സത്കർമ്മികളെ പ്രശംസിക്കുക, ഇങ്ങനെയുള്ള ഭാവനകൾ കൊണ്ട് ചിത്തപ്രസാദം നേടി ശരീരമാകുന്ന ഈ വസ്ത്രത്തിന് വളരെ പ്രാധാന്യമൊന്നും കൊടുക്കാതെ അന്തർജ്യോതിയെ കണ്ട് അന്തർജ്യോതി, ബഹിർജ്യോതി, പ്രത്യക് ജ്യോതി, പരാപര, ജ്യോതി ജ്യോതി, സ്വയം ജ്യോതി, ആത്മജ്യോതി, ശിവോസ്മ്യഹം. ഞാൻ ശിവനാണെന്നുള്ള ഭാവം, ആ ഭാവത്തെ നമ്മൾ വളർത്തിയെടുത്തെങ്കിലേ ആ അദ്വൈത അനുഭവവേദ്യമാവുള്ളൂ. ഇന്ന് തന്ത്രം എന്നാല് ഷഡ്കർമ്മങ്ങളാണ്. എന്തൊക്കെയാണ്? വശ്യം, സ്തംഭനം, മാരണം, ഉച്ചാടനം തുടങ്ങിയ ഇതാണെന്ന് ഇന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുകയാണ്. ഉപാസനയുടെ ലക്ഷ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പുരുഷാർത്ഥ സിദ്ധിക്കാണ്. അതായത് ധർമ്മ, അർത്ഥ, കാമങ്ങളില് മോക്ഷമാണ് പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. കാരണം മോക്ഷത്തിന് ശേഷം പുനരാവൃത്തി ഇല്ല, ശാശ്വതമാണ്. അപ്പൊ തന്റെ അറിയുക എന്നതാണ് മോക്ഷം, തന്നെ അറിയുക. അപ്പൊ ശിവാനന്ദ രൂപനായിരിക്കുന്ന ശിവനാണ് എല്ലാം അറിയുന്നതിനുള്ള ഒരു പദ്ധതി വാസ്തവത്തിൽ ഈ തന്ത്രശാസ്ത്രത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്ന് തുടങ്ങി നമ്മൾ എന്താ എല്ലാത്തിനെയും നിരസിച്ചുകൊണ്ട് ചിദാനന്ദ രൂപ ശിവോഹം. അപ്പൊ എന്താ അത്? നിധിധ്യാസനം ചെയ്ത ഒരു മോക്ഷാർത്ഥി ഈ സത്യത്തെ അറിയണം. ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനത്തിലൂടെ സ്വസ്വരൂപം അറിഞ്ഞാൽ പിന്നെ അയാളുടെ വ്യാവഹാരിക തലം കഴിഞ്ഞ് അയാൾക്ക് പാരമാർത്ഥിക സത്തയിൽ പ്രവേശിച്ച് അന്തരാത്മാവിനെ അനുഭവിച്ചറിയാൻ സാധിക്കും. ആ ശിവതത്വത്തെ അറിഞ്ഞ് അതായിട്ട് തീരും. അപ്പൊ അവിദ്യാമലത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതനായിട്ട് ശാശ്വതമായിരിക്കുന്ന ആനന്ദം കണ്ടെത്തുന്നതാണ് ഈ ദേവി ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന അഥവാ ശ്രീചക്ര പൂജ എന്ന് പറയുന്നത്. ഇതാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു പന്ഥാവാണിത്. ശുദ്ധ ചിത്തന് മാത്രമേ ഈ ഉപാസനയിൽ മുന്നേറാൻ സാധിക്കുള്ളൂ. അതാകട്ടെ മന്ത്രോപാസനയിലൂടെയാണ്. മന്ത്രം എന്നാൽ ഒരു ശബ്ദമാണ്. ഇത് 4 യോഗങ്ങളിൽ ഒന്നാണ്. രാജയോഗം, ഹംസയോഗം, മന്ത്രയോഗം, ലയയോഗം. ഇതിൽ മന്ത്രയോഗവും മറ്റു യോഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാല് മറ്റു യോഗങ്ങളിൽ യമ, നിയമ, പ്രാണായാമ, ആസനങ്ങൾ കഴിഞ്ഞാണ് യോഗങ്ങൾ ചെയ്യുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും രോഗശമനത്തിനുള്ളതല്ല അത്. ഏത് ഉപാസനയ്ക്കും ത്രികരണ ശുദ്ധി ആവശ്യമാണ്. മനസ്സ്, വാക്ക്, ശരീരം. അപ്പൊ ശരീരശുദ്ധിക്ക് പതഞ്ജലി മഹർഷി ആയുർവേദ സംഹിത എഴുതിയത് അതിനാണ്. അതാണ് ചരക സംഹിത എല്ലാം തന്നെ. അപ്പൊ വാക്ശുദ്ധിക്ക് വേണ്ടി വ്യാകരണ ഭാഷ്യവും മനഃശുദ്ധിക്ക് വേണ്ടി യോഗശാസ്ത്രവും രചിക്കപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത് എന്താ? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യോഗം. ശുദ്ധ മനസ്സിലെ ഈശ്വരകല പ്രതിഫലിക്കുള്ളൂ. അപ്പോ മന്ത്രയോഗം എന്നത് എന്താ? നമ്മുടെ ഷഡാധാരങ്ങളിൽ കൂടെ ദളങ്ങളുടെ കമ്പനമാണ് പരാപശ്യന്തി, മധ്യമ, വൈഖരി രൂപത്തിലുള്ള ശബ്ദം. അപ്പൊ ഭാഷയിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്.
പര എന്നുള്ള കുണ്ടലിനി ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ദളങ്ങളിൽ ഉണ്ടാകുന്ന മർമ്മരങ്ങളാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയ കാറ്റിൽ പോലും ആലിലകൾ ഇളകുന്ന പോലെ ഷഡാധാരങ്ങളിലെ 4, 6, 10, 12, 16, 2 ഇങ്ങനെയുള്ള ദളങ്ങളിലൂടെയുള്ള പ്രാണം സ്പന്ദനം വരുമ്പോൾ അക്ഷരരൂപമായിട്ട് അത് തീരുന്നു. ആ മുതൽ ഹാ വരെയുള്ള അക്ഷരങ്ങൾ അല്ലെ, ഇത് പരമേശ്വരന്റെ നൃത്താവസാനത്തിലുള്ള തുടിനാദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയുന്നു. 14 മാഹേശ്വര സൂത്രങ്ങൾക്കും നന്ദി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഈ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ വർണ്ണാത്മകങ്ങളായിരിക്കുന്ന ശബ്ദങ്ങൾക്ക് നാശമില്ല അല്ലെ. ആ എന്നതിന് തമിഴും മലയാളവും ഹിന്ദിയും എല്ലാത്തിനും ഓരോ ലിപിയാണെങ്കിലും ആ ലിപി ഈ ലിപി ശാശ്വതമല്ല, പക്ഷെ ആ സ്വരം അതായത് വർണ്ണം ശാശ്വതമാണ് അല്ലെ. ശരീരം ലിപിയും വർണ്ണവും ആത്മാവും പോലെയാണ്. അപ്പോൾ വർണ്ണങ്ങൾക്ക് രൂപമില്ല, അതുപോലെയാണ് രൂപമില്ലാത്ത ഈശ്വരനെ നമ്മൾ വിഗ്രഹം കൊടുക്കുന്നത്. ആ ആദിമ സ്ഫോടനമായിരിക്കുന്ന ഓംകാരത്തിൽ നിന്നാണ് 51 അക്ഷരങ്ങളും വന്നിരിക്കുന്നത്. ഇതിനെയാണ് പൂജയ്ക്ക് മുമ്പ് നമ്മൾ മാതൃകാ ന്യാസം എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ന്യസിക്കുന്നത്. ഇപ്പൊ പഞ്ചഭൂതാത്മകങ്ങളായിട്ട് സപ്തധാതുക്കളോട് കൂടിയിരിക്കുന്ന ഈ ശരീരം വാസ്തവത്തില് എനർജിയുടെ ഒരു സോളിഡ് ഫോം ആണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ആദ്യ ഊർജമായിരിക്കുന്ന പരാശക്തിയാണ് ഇച്ഛാജ്ഞാന ക്രിയാശക്തികളായിട്ട് പരിണമിച്ചത് അല്ലെ. ആദിനാഥന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആ കാമത്തിന്റെ ഫലമായിട്ടാണ് ആ ഒരു വർണ്ണാത്മകങ്ങളായിരിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടായത്. ഇതാണ് 51 ശക്തിപീഠങ്ങള്. നിത്യാത്മകങ്ങളായിരിക്കുന്ന വർണ്ണരൂപിണിയായിരിക്കുന്ന പരാശക്തി ഉപാസനയാണ് ശ്രീവിദ്യ ഉപാസന. ഇത് സാങ്കല്പികങ്ങളല്ല എന്നർത്ഥം. അപ്പൊ ദേവി വർണ്ണാത്മികയാണ് അല്ലെ. ശബ്ദം വർണ്ണാത്മകങ്ങളും നിത്യങ്ങളുമാക്കി എനർജിയുടെ രൂപാന്തരമാണ് ശബ്ദം. ആ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന സകല പദാർത്ഥങ്ങളും എനർജി, അതായത് എനർജിയുടെ ഫോർമേഷൻ ആണ് നമ്മളെ ദേവിയെ ഉപാസിക്കാൻ തുടങ്ങുന്നവർ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയാറുണ്ട് E=mc² എന്നല്ലേ. അപ്പൊ mc²=E, രണ്ടും ശരിയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഷഡ്ത്രിംശം തത്വാത്മികമാണ്, അതായത് 36 തത്വങ്ങൾ. അങ്ങനെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 36 തത്വങ്ങൾ ഉള്ള പിണ്ടാണ്ടാണ്. ബ്രഹ്മാണ്ടവും 36 തത്വങ്ങളും. ഇത് മനസ്സിലാക്കി ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യ അനുസന്ധാനം കൊണ്ട് ജീവബ്രഹ്മ സാക്ഷാത്കാര ഐക്യ അനുഭൂതി എന്നതാണ് തന്ത്രസാധനയുടെ ലക്ഷ്യം. തന്ത്രം എന്ന് പറഞ്ഞാൽ പ്രധാനം ശരീരത്തിൽ ആരാധിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഈ വർണ്ണങ്ങൾ പ്രത്യേക ചില അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അത് എന്തായിട്ട് തീരണു? മന്ത്രമായിട്ട് തീരണു അല്ലെ. മന്ത്രങ്ങളെല്ലാം തന്നെ ദേവതാ ശരീരങ്ങളാണ്. അതിന്റെ ജപം കൊണ്ട്, ആ എനർജി കൊണ്ട് ദേവതാ ശരീരത്തിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നു. മന്ത്രം എന്നത് ദേവതയുടെ സൂക്ഷ്മ ശരീരമാണ്. അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് ഹൃദയാദി ന്യാസം വച്ചിരിക്കുന്നത്. ഈ ദേവതകൾക്ക് അചിന്ത്യമായിട്ടുള്ള ശക്തികളുണ്ട്. അതിന്റെ പ്രയോഗ ചാതുര്യം നമ്മൾ അറിയണം. ബ്രഹ്മാസ്ത്രം എന്നത് വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ലോഹമല്ലാതെ ശക്തിയേറിയ ആയുധമാണ് മന്ത്രം. അപ്പം അസ്ത്രമന്ത്രങ്ങൾക്കെല്ലാം ആയുധങ്ങളാണ്. പാശുപതാസ്ത്രം അല്ലെ, എന്താണത്? വിഷമങ്ങൾ പോലും മന്ത്രങ്ങളാൽ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ്. കേവലം അതൊരു നാമാവലി അല്ല. യോഗ്യനായ ഗുരുവിന്റെ കയ്യിൽ നിന്ന് വേണം മന്ത്രം സ്വീകരിക്കാൻ എന്നുള്ളത് മാത്രം വളരെ പ്രധാനമാണ്. ഈ പ്രപഞ്ചം മുഴുവനും എനർജി ഫോർമേഷൻ ആണെങ്കിൽ ദേവതാ ശരീരവും എനർജി ഫോർമേഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ ദേവതയുടെ സൂക്ഷ്മതലം മന്ത്രവും സ്ഥൂലതലം നമ്മൾ പ്രതിമകൾ അല്ലെങ്കിൽ ബിംബങ്ങൾ തുടങ്ങിയവയാണ് നമ്മൾ ആവാഹിക്കുന്നതാണ് അല്ലെ. ഈ മന്ത്രങ്ങളുടെ സിദ്ധി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാല് സമ്പ്രദായവും ഗുരു ഉപദേശവും അതിൽ അടിയുറച്ച വിശ്വാസവും കൊണ്ടാണ്. ഈ അടിയുറച്ച വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാലേ നമുക്ക് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. സംശയിച്ച് ജപിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ? സംപ്രദാനി ദാനേ, അതായത് സമ്പ്രദായം എന്ന് പറഞ്ഞാല് ഗുരു ശിഷ്യന് പ്രഹർഷേണ സമ്യക്കായിട്ട് കൊടുക്കുന്ന ദാനം, അതാണ് മന്ത്രം. അപ്പൊ അതിന് ഗുരുവിന്റെ പ്രീതിക്ക് തീർച്ചയായിട്ടും നമ്മൾ നേടിയിരിക്കണം അല്ലെ. ഗുരുവിന്റെ അപ്രീതി കൊണ്ട് മന്ത്രം ജപിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അച്ഛൻ അപ്പൂപ്പന്മാരുടെ രീതി അതല്ല നമ്മുടെ സമ്പ്രദായം എന്ന് പറയുന്നത്. ഗുരു ശിഷ്യ പാരമ്പര്യത്തെയാണ് ഭാരതത്തിലെ സനാതന ധർമ്മത്തിൽ നമ്മൾ പാരമ്പര്യ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ വന്നതാണ് ഈ ശ്രീവിദ്യാ സമ്പ്രദായം. ഗുരു മന്ത്ര ദേവത, അതിൽ ദൃഢമായിരിക്കുന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. വിശ്വാസം എന്നാൽ എന്താ? വേദാന്ത വാക്യത്തിലും ഗുരുവാക്യത്തിലും ആഗമ പ്രമാണങ്ങളിലുമുള്ള ശ്രദ്ധയാണ് വിശ്വാസം. ആന്തരിക അനുഭൂതിയാണ് തന്ത്രം. ഗുരു മന്ത്രം ദേവത പ്രാണൻ ചലനം എല്ലാം ഒന്നാണെന്ന് അറിയുന്നതാണ് ആത്മജ്ഞാനം. പാശത്തിൽ നിന്ന് പശുവിനെ മോചിപ്പിച്ച് മഹേശ്വരനാക്കുന്നതാണ് ദീക്ഷ എന്നത്. അന്തരാത്മാവിനെ നേടിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം നേടിയെന്നർത്ഥം. ആനന്ദം ബ്രഹ്മണോ രൂപേ തച്ഛദേഹേ വ്യവസ്ഥിതം. ഈ ആനന്ദം രഹസ്യമായിട്ടിരിക്കുന്ന എവിടെയാ?
നമ്മുടെ ശരീരത്തിലാണ്. അതിനെ രഹസ്യമായിട്ട് തന്നെ അറിയണം. ഇതാണ് പഞ്ചമകാരങ്ങള്. മദ്യം എന്നാൽ ആ ഒരു എന്താ പറയാ സുധാപാനമാണെന്ന പൂജകൾ നമ്മളെ ഉപാസകൻ തെറ്റിദ്ധരിക്കുന്നു. ഉപാസനയിൽ പൂജ ചെയ്യുമ്പോൾ ആ ഭാവന ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം ഭാവന മാത്ര സന്തുഷ്ട ഹൃദയായി നമോ നമ എന്നാണ് നമ്മൾ ദേവിയെ പറയണത് അല്ലെ. ഏത് ക്രിയ ചെയ്യുമ്പോഴും ഒരു സങ്കല്പം അഥവാ ഭാവന ഉണ്ടാകണം. കാരണം ഈശ്വരന്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നെങ്കിൽ ഉപാസകന്റെ സങ്കല്പമാണ് പൂജാഫലം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് 5 വിരലുകൾക്കും പഞ്ചഭൂത തത്വം കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പൃഥ്വി തത്വാത്മികായേ ഗന്ധം സമർപ്പയാമി എന്ന് പറയുമ്പോൾ പൃഥ്വി, വായു, ജലം, ആകാശം എല്ലാ 5 ഗുണങ്ങളും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നൊരു ഭാവന ഉണ്ടായിരിക്കണം. പൂജയ്ക്ക് സബലത കൊടുക്കുന്നത് ഈ ആചരണമാണ്. കാരണം ഈ അചഞ്ചലമായിരിക്കുന്ന ഭാവം നമുക്ക് വേണം. ഇത് അറിഞ്ഞാലേ നമുക്ക് അങ്ങനെ ഭാവിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ശ്രീചക്ര പൂജയില് സ്വന്തം ഹൃദയ പത്മത്തിൽ നിന്നാണ് ദേവിയെ ശ്രീചക്ര ബിന്ദുവിലേക്ക് ആവാഹിക്കുന്നത്. അപ്പൊ ആ പരദേവതയെ ശ്രീചക്ര ബിന്ദു സ്ഥാനത്ത് നമ്മൾ കുടിയിരുത്തുക ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഉപചാരങ്ങൾ, ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ സമർപ്പിക്കുക. ആദ്യം കൽപ്പയാമി നമ എന്നാ പറയുന്നത്. സങ്കല്പിക്കുന്നു. ആഭരണ അവരോഹണം, സുഗന്ധ തൈല അദ്യംഗം, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുക. പിന്നെ മജ്ജനശാല പ്രവേശനം, ദിവ്യ സ്നാനം, എന്തൊക്കെ അമ്മയ്ക്ക് കൊടുക്കണ വസ്ത്രങ്ങള്, ആഭരണങ്ങള്, 64 ഉപചാരമാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് അല്ലെ. അത് ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന ജീവന് അല്ലെ, ആ ചൈതന്യത്തിനാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഭാവനയ്ക്ക് എത്രത്തോളം എന്താ പറയാ ആ ഒരു ഉറപ്പുണ്ടോ അത്രയും ജീവസുറ്റതായിട്ട് തീരും നമ്മുടെ പൂജ. ആ ഒരു രവിവർമ്മ ചിത്രങ്ങളൊക്കെ ജീവസുറ്റതായിരിക്കാൻ കാരണം എന്താ? ആ ഭാവന ആ ഭാവന ധാർഢ്യം കൊണ്ടാണ്. ഇവിടെ അർച്ചകന്റെ ഭാവന ധാർഢ്യം കൊണ്ട് ദേവിയുടെ സാന്നിധ്യത്തെയാണ് നമ്മൾ അറിയുന്നത്. അർച്ചകസ്യ തപോ യോഗ ശിലാഭവതി ശങ്കര. അർച്ചകന് തപസ്സുണ്ടെങ്കിലേ ശിലയെ ശങ്കരനാക്കാം. സാധകൻ മറ്റു ഭക്തന്മാരെ നിന്ദിക്കാൻ പാടില്ല, മറ്റു ഉപാസനാ സമ്പ്രദായങ്ങളെ നിന്ദിക്കാൻ പാടില്ല. പക്ഷെ സ്വന്തം ഉപാസന ഏറ്റവും മെച്ചമായിട്ട് കാണുകയും വേണം. അപ്പൊ സ്വന്തം ധർമ്മം സ്വന്തം ഉപാസനയാണ്, അത് ഏറ്റവും ശ്രേഷ്ഠവുമാണെന്നുള്ള ഭാവന വേണം നമുക്ക്. ശ്രീചക്ര പൂജയിൽ സ്വന്തം ജീവത് സ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ് പൂജിക്കുന്നത്. ആ ഒരു ദൃഢവിശ്വാസം വേണം. നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ദേവിയെ വെളിയിൽ കൊണ്ടുവരുന്നത്. തിരിച്ചു വയ്ക്കുന്നത് എവിടെയാ? നമ്മുടെ ഉള്ളില്. അപ്പൊ ആരുടെ ദേവിയാണിത്? എന്റെ അല്ലേ. നല്ല ശിഷ്യന്മാർക്ക് മാത്രമേ ഗുരു രഹസ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ബ്രഹ്മവിദ്യ രഹസ്യമാണ്. ബ്രഹ്മവിദ്യ ബ്രാഹ്മണനോട് തന്നെ ഒളിപ്പിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം എന്താ? ദുർനടപ്പുകാരുടെ കയ്യിൽ അത് എത്താൻ പാടില്ല. ഇത് സാമാന്യവൽക്കരിക്കാൻ പാടില്ല. ഇത് ശരീരത്തിലുള്ള അനുഭൂതി വിഷയമാണ്. തത് വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ വേണം ഇത് ഈ വിദ്യ സ്വന്തമാക്കാൻ. ഗുരു എന്ന് പറയുന്നത് വ്യക്തി യോഗ്യതയുള്ളവന് മാത്രമേ രഹസ്യങ്ങളുടെ കലവറയായിരിക്കുന്ന തന്ത്രവിദ്യ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഇത് രഹസ്യശാസ്ത്രമാണ്, ശുദ്ധ വിദ്യയാണ്. ശിവൻ ദേവിയോട് പറയുന്നതാണ് ഇതൊക്കെ. അപ്പൊ ശരിയായ ഭക്തി വിശ്വാസം ഉള്ളവർക്കാണ് ദീക്ഷ കൊടുക്കേണ്ടത്. പണമോ സ്ഥാനമാനങ്ങളോ നോക്കിയിട്ടല്ല. യോഗ്യത ഉള്ളവരെ ഉപേക്ഷിക്കാനും യോഗ്യത ഇല്ലാത്തവരെ പണം കൊണ്ട് സ്വീകരിക്കാനോ പാടില്ല. ഇത് പണം കൊണ്ട് നേടേണ്ട വിദ്യ അല്ല. ശ്രീവിദ്യ തോന്നി എല്ലാവർക്കും കിട്ടുന്ന വിദ്യ അല്ല. കുലപഥ സഞ്ചാരിണിയാണ് അമ്മ. ഒരു ഉപാസകൻ മോക്ഷവിദ്യയായിരിക്കുന്ന ശ്രീവിദ്യ കിട്ടിക്കഴിഞ്ഞാൽ സദാ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പതിവ്രത ഭർത്താവിനെ എന്ന പോലെ ആ മന്ത്രം സദാസമയത്ത് മനസ്സിൽ പ്രവർത്തിക്കണം. അതിന്റെ ആ ഒരു എന്താ പറയാ വ്യാഖ്യാനം നമ്മൾ അറിഞ്ഞിരിക്കണം. ദുർചിന്തകൾ നമ്മൾ ഒഴിവാക്കണം അല്ലേ. അപ്പൊ കയ്യിൽ പായസം കിട്ടിയിട്ട് കർപ്പൂരം നക്കുന്നത് പോലെ ആവരുത് നമ്മള്. താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടല്ല. കാരണം ഗുരുവിനെ നമ്മൾ എന്താ ശരിക്കും പറഞ്ഞാല് ഗുരുനിന്ദ ചെയ്യാൻ പാടില്ല, വിദ്യയെ നിന്ദിക്കുക തുടങ്ങിയ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ താൻ ജീവനായിരിക്കുന്ന ശിവനാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ചിദാനന്ദ രൂപ ശിവോഹം അഹം ശിവഹ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ശരീരത്തോടുള്ള ആ അഭിമാനം കുറഞ്ഞ് ആത്മാവാണ് ഉള്ളിലിരിക്കുന്ന ചിന്ത, അതായത് ബോധതലത്തില് ആ ഒരു നിർവിഷയമായിട്ട് ചിത് ശക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗ്രഹം. എന്താണത്? നീ ആത്മാവാണ്, നീ പാർവതി ബുദ്ധിയാണ്, നിന്റെ പാർവതി ദേവിയാണ് ബുദ്ധി, എന്റെ ഭൂതഗണങ്ങളാണ് പ്രാണനുകള്, ശരീരമാണ് അങ്ങിരിക്കുന്ന ഗ്രഹം. ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം അങ്ങേക്കുള്ള പൂജയാണ്, നിദ്ര സമാധിയാണ്, സഞ്ചാരം പ്രദക്ഷിണമാണ്, ഞാൻ പറയുന്നതെല്ലാം സ്തോത്രങ്ങളാണ്. അതുകൊണ്ട് ഒരു ശ്രീവിദ്യ ഉപാസകൻ അവന്റെ വാക്കിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏത് വാക്കാണെങ്കിലും അത് ഭഗവാനുള്ള സ്തോത്രമാണ്. സദ്യ ആ ഒരു
എന്താ പറയാ, സഭ്യമല്ലാത്ത ഒരു പദങ്ങളും പുറത്തു വരാൻ പാടില്ല. കാരണം നാവ് സരസ്വതിയാണ്. അങ്ങനെ താൻ ശിവനാണ്, പ്രപഞ്ചം മുഴുവൻ ശിവമയമാണ് എന്ന തലത്തിൽ എത്തണം നമ്മള്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശുഭാഗേത പണ്ഡിത സമദർശിന. എല്ലാവരിലും നമ്മള് സമദർശിത്വം വേണം. അതെ, എന്നാലേ നമുക്ക് മോക്ഷപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഷഡ് വൈരികള്, 6 മാനസിക ശത്രുക്കൾ. ആദ്യത്തേത് കാമമാണ് അല്ലേ. സാധകൻ ഏറ്റവും ആദ്യം വർജിക്കേണ്ടത് മാത്സര്യമാണ്. കാമം അവസാനമേ സാധ്യമുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വം കാമമാണ്. 84 ലക്ഷം തരം ജീവജാലങ്ങളിലും ഓതപ്രോതമായിരിക്കുന്നത് ഈ കാമമാണ്. അപ്പൊ ജഗത് മാതാപിതാക്കളായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാര് നമ്മളെ കാമേശ്വരൻ എന്നും കാമേശ്വരി എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഒരു സാധകൻ കാമത്തെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, ഉദാത്തവൽക്കരിക്കുക വേണ്ടത്. ആദ്യം വർജിക്കേണ്ടത് എന്താ? മാത്സര്യമാണ്. ഉപാസനാ മാർഗത്തിലാണ് മറ്റു തലത്തെക്കാളും ഏറ്റവും കൂടുതൽ മത്സരം, അതായത് നമ്മൾ കാണുന്നത്. എനിക്ക് മറ്റുള്ളവരെക്കാൾ ഉയരണം എന്ന ചിന്ത കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തണം എന്ന വികാരം വളരെയധികം അപകടകരമാണ്. അത് തെറ്റാണ്. ചവിട്ടി താഴ്ത്തണമെന്ന ചിന്താഗതി ഉള്ളവർക്ക് ഉയർന്നു വരാൻ ഒരിക്കലും പറ്റില്ല. താഴ്ത്തിയ ആളോടൊപ്പം നിൽക്കേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കണം. കാരണം കേവലം ലൗകിക കാമനകൾക്ക് വേണ്ടി ഉയർന്ന ആധ്യാത്മിക പാതകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം വർജിക്കേണ്ടത്, അല്ലെ വർജിക്കാൻ കഴിയുന്നത് എന്താണ്? മാത്സര്യഭാവമാണ്. പിന്നീടാണ് മതം എന്ന അഹംഭാവം. അപ്പൊ ഞാൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഭാവം. ആധ്യാത്മിക ശാസ്ത്രത്തിൽ മുഴുകിയ ഒരാൾക്ക് ഇതൊരിക്കലും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് എല്ലാം ഈശ്വരന്റെ ലീലാവിലാസമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ലോകവത് ലീലാ കൈവല്യം എന്ന് ശ്രുതി അല്ലെ, ബ്രഹ്മസൂത്രത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പൊ പരമേശ്വരന്റെ ലീലാ കൈവല്യമാണ് ഈ പ്രപഞ്ചം എന്നറിഞ്ഞ് ഇവിടുത്തെ ഓരോ സ്പന്ദനത്തിലും ആനന്ദം കാണുന്ന കാണുന്നവരാണ് യഥാർത്ഥ യോഗീശ്വരന്മാരെന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് ഞാൻ ചെയ്തു എന്ന ഭാവമില്ല. അവർക്ക് മോഹം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇച്ഛാഭംഗമാണ് നമ്മൾ മോഹം എന്ന് പറയണത് അല്ലേ. അത് അവർക്കില്ല. ഇനി ലോകം ഏതെങ്കിലും ഒരു ലൗകിക വിഷയത്തില് എന്താ പറയാ, അതിന് കടഞ്ഞുള്ള ആഗ്രഹമാണ് നമ്മൾ ലോഭം എന്ന് പറയുന്നത്. അപ്പൊ ക്രോധം എന്നാൽ എന്താ? ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴുള്ള വികാരം. അപ്പൊ കാമം ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തിയാണ്. അപ്പൊ ലൗകിക ആസക്തി അവസാനം നമ്മളിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നത് എന്താണ്? ഈ ലൗകിക ആസക്തിയാണ് അല്ലെ. എപ്പോഴാണോ നമുക്കൊരു പഴുത്ത ഇല വൃക്ഷത്തിൽ നിന്ന് വൃക്ഷം അറിയാതെ പൊഴിഞ്ഞു താഴെ പോകുന്നത്, അതുപോലെയാണ് കാമം പൊഴിഞ്ഞു പോകുന്നത്. കാരണം അതിൽ നമ്മൾ തള്ളി മാറ്റാൻ പറ്റില്ല. കാരണം കാമം എന്നത് 84 തരം ജീവജാലങ്ങളുടെയും നൈസർഗികമായിട്ടുള്ള ഒരു ചേതനയാണ്. അത് എല്ലാത്തിലും ഓതപ്രോതമാണ്, ഊടും പാവും പോലെയാണ്. അങ്ങനെ ഒരു സാധകൻ ആദ്യം വർജിക്കേണ്ട എന്താ? മാത്സര്യമാണ്. ആ ഒരു വേദാന്ത രീതിയിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ സംഘം, കാമം, ക്രോധം, ആ സ്മൃതിഭ്രംശം, ബുദ്ധിനാശം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വർജിക്കണം. പക്ഷെ ഏറ്റവും ആദ്യം പ്രായോഗികമായിട്ട് വർജിക്കാൻ പറ്റുന്നതാണ് മാത്സര്യം അല്ലെ. മതമാത്സര്യങ്ങൾ വർജിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സമൂഹമോ ബന്ധുക്കളോ അറിയാതെ കാമം എന്നത് വിട്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിട്ടുപോകുള്ളൂ. പഴുത്ത ഇല പോലെ പൊഴിഞ്ഞു പോകും അത് നമ്മൾ അറിയാതെ. കാരണം ഈ കാമം ഷഡ്വൈരികളിൽപ്പെട്ട ഒന്നാണെങ്കിലും മൂന്നാമത്തെ പുരുഷാർത്ഥമാണ്. ധർമ്മം, അർത്ഥം, കാമം, പിന്നെ മോക്ഷം വരുന്നുള്ളൂ. ആ നിലയിൽ തന്നെ അത് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ അഹിംസ എന്ന് പറയുന്നത് പരമധർമ്മമാണ്. ആവശ്യമില്ലാത്ത ഒരു പുല്ലുപോലും നമ്മൾ പറിക്കാൻ പാടില്ല. അപ്പൊ ആസ്തേയം എന്നുള്ളത് മറ്റുള്ളവന്റെ ഒന്നും എടുക്കാതിരിക്കുക. പണം മാത്രമല്ല, സ്വത്തുക്കളും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അല്ലെ, ക്രെഡിറ്റ് എടുക്കുക, ഒന്നും ഉപാസകൻ ചെയ്യാൻ പാടില്ല. വാക്ക്, ചിന്ത, പ്രവൃത്തി ഇവ കൊണ്ട് അന്യന് സമൂഹത്തിന് ഒരു ദോഷവും വരുത്താൻ പാടില്ല. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. മനകൃതം പാപം പാപം ന കൃതം ശരീരം ശരീരം എന്നാണ്. മനസ്സുകൊണ്ട് പാപങ്ങൾ വളരെ ചെയ്യുന്നത് വർജിക്കണം. എന്താ? ദേവി ഇരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ അല്ലെ. ചിന്താമണി ഗൃഹാന്തസ്ഥയാണ് അമ്മ. നമ്മുടെ ഓരോ ചിന്തകൾക്കും സാക്ഷിയാരാ? അമ്മയാണ്. അതിന്റെ പ്രതിഫലനം കാണുന്നത് വാക്കിലാണ് അല്ലെ. വാക്കിനെ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിലെ വിചാരങ്ങളാണ് വാക്കിലൂടെ പുറത്തു വരുന്നത്. ഒരു അധികൃതൻ നമ്പൂതിരിയെ പാലുകുടിയൻ പഴന്തീനി എന്നൊക്കെ അധിക്ഷേപിച്ചാല് നമ്പൂതിരി പറഞ്ഞു, ഞാൻ തിന്നുന്നതല്ലേ നീ പറയുന്നത്, ഞാൻ തിന്നുന്നതെന്ന് ഒരാൾ പറയണോ, അത്രേ ഉള്ളൂ. കാരണം പരയുടെ ആവിഷ്കാരമാണ് വൈഖരി എന്ന് പറയുന്നത്. അപ്പൊ പരയിൽ അടിഞ്ഞ അഴുക്കുകൾ എന്തൊക്കെയാണോ അതാണ് വൈഖരിയായി പുറത്തു വരുന്നത്. അപ്പൊ സാധകനെ സംബന്ധിച്ച് സത് വിചാരമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. ലോകത്തെ വെറുക്കുവാനും എന്താ പറയാ, ആ വെറുപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും സ്വന്തം ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് തനിയെ പൊഴിഞ്ഞു പോകേണ്ടതുണ്ട്.
കാരണം ഈ ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഉപാസനയിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ദീക്ഷാ ഗുരു എന്ന ഗുരുവിനെ മാത്രമേ ഉപാസിക്കാവൂ. മറ്റ് വിദ്യകൾ പഠിപ്പിക്കുന്നവരൊക്കെ കാരണ ഗുരുക്കന്മാരാണ്. യഥാർത്ഥ മന്ത്രദീക്ഷ തന്ന ആളാണ് കാര്യഗുരു അല്ലെങ്കിൽ ദീക്ഷാ ഗുരു. ദീക്ഷാ ഗുരുവാണ് നമ്മുടെ യഥാർത്ഥ ഗുരു, അല്ലെ? ദീക്ഷയാ മോക്ഷയത് പശുവിൻ എന്നാണ് പശുപാശ വിമോചിനിയായിരിക്കുന്ന ദേവിയെ നമ്മൾ പറയുന്നത്. ദേവി എന്താ പറയാ, ദേവിയിലോട്ട് കൊണ്ടുപോകുന്നത് എന്താ? ഈ പശുപാശങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തരാക്കുന്നതാണ് ദീക്ഷ എന്ന് പറയുന്നത്. പശുവിനെ പരമശിവനാക്കി മാറ്റുന്നു ദീക്ഷ. ദീക്ഷത്രയം ശാക്തി, ശാംഭവി, മാന്ത്രി, ഈ 3 തരത്തിലാണ് ഈ ദീക്ഷാ സമ്പ്രദായം ഉള്ളത്. ഒരു തന്ത്രി ക്ഷേത്രത്തില് കലശാഭിഷേകം വിഗ്രഹത്തിൽ നടത്തി ഒരു കല്ലിനെ എന്താക്കി തീർക്കുന്നു? വിഗ്രഹമാക്കി തീർക്കണു, അല്ലെ? ഭഗവാനാക്കി തീർക്കണു. അപ്പോ ആ ഒരു ചേതനമായിരിക്കുന്ന കല്ലിനെ പ്രാണപ്രതിഷ്ഠയിലൂടെ സചേതനമാക്കി എടുക്കുകയാണ് തന്ത്രി ചെയ്യുന്നത്. അതേപോലെ ഈ സചേതനമായിരിക്കുന്ന ശിഷ്യന്റെ ശരീരത്തില് മന്ത്രചൈതന്യത്തെ പ്രതിഷ്ഠിക്കുന്നതാണ് ഗുരു ചെയ്യുന്നത്. അതോടുകൂടി ഗുരുവും ശിഷ്യനും സമഭാവത്തിലെത്തുകയാണ്. അപ്പൊ ദീക്ഷയ്ക്ക് മുമ്പേ ഗുരു മരിച്ചു പോവുകയോ അല്പജ്ഞാനിയാണെന്ന് തോന്നുകയോ ചെയ്താൽ വേറെ ഗുരുവിന്റെ അടുത്ത് പോകാം. പക്ഷെ ദീക്ഷ ലഭിച്ചു കഴിഞ്ഞ്, അതായത് ബാലാമന്ത്രം ഉൾപ്പെടെ, അതായത് 3 വർഷം ആണ് ബാലാമന്ത്രം ജപിക്കേണ്ടത്. അതായത് ആ ഒരു 6 ലക്ഷം ജപിച്ച് നമ്മൾ മന്ത്രസിദ്ധി വരുത്തണം. അതുവരെ നമുക്ക് ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹനത്തിന്റെ കാലാണെന്ന് പറയും. കാരണം ബാലാമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെയൊക്കെ പുറത്തു കൊണ്ടുവരും. അത് ആയിട്ടായിരിക്കും വരണത്. അതെല്ലാം ദഹിക്കണം. പ്രശ്നങ്ങൾ ഇരട്ടിയാവും. അത് ആ ഒരു സുഖതലത്തിലേക്കല്ല ആദ്യം നമ്മളെ എത്തിക്കുന്നത്. കാരണം എന്താ? പ്രാപഞ്ചിക ശക്തികൾ അതിന് വിഘാതമായിട്ട് നിൽക്കും. രണ്ടാമതായിട്ട് ദേവിയുടെ പരിവാരങ്ങൾ നിരന്തരം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉള്ള ദുരിതം വർദ്ധിക്കും. 3 വർഷം കഴിഞ്ഞ് മാത്രമേ അടുത്ത മന്ത്രതലത്തേക്ക് പോകാറുള്ളൂ. ചിലര് ഈ സമയത്തും തെറ്റുകളിലേക്ക് ചെന്ന് പതിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു സാധാരണ വ്യക്തി ബാങ്ക് ലോൺ എടുത്താൽ എല്ലാ മാസവും ഇൻട്രസ്റ്റ് ശമ്പളത്തിൽ നിന്ന് അടഞ്ഞു പോകും. ഒരു ദീക്ഷ എടുക്കുന്ന ആളാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് പിടിച്ചെന്നിരിക്കും. ഉപാസന കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും നമുക്ക് വന്നു ചേരാം. അതെല്ലാം തീർക്കുന്ന മാർഗമല്ല ഉപാസനാ മാർഗം. ആ പ്രതീക്ഷയോടെയാണ് വരുന്നതെങ്കിൽ പരമ്പര വിട്ടു പോകേണ്ടതായിട്ടും വരും. അപ്പൊ ബാലാമന്ത്രം 3 വർഷം ജപിച്ച് പിന്നെ ശ്രീവിദ്യാമന്ത്രം ലഭിച്ച് അതിൽ അഹങ്കരിച്ച് വീണ്ടും പാപം ചെയ്താല്, പാപം കഴുത്തിലേറ്റുന്ന ചിലരുണ്ട്. അതിന് തത്വബോധം വേണം. അതില്ലാതെ ഉപാസന സ്വീകരിക്കുന്നതിന്റെ തകരാറാണ് ഇവിടെ. ശ്രീവിദ്യാമന്ത്രം കിട്ടിക്കഴിഞ്ഞ് ശിഷ്യൻ യഥാർത്ഥ ശിഷ്യനാകുന്നത് ഗുരുവിനോടുള്ള കർത്തവ്യം നിറവേറ്റുമ്പോൾ മാത്രമാണ്. കാരണം ഗുരുവും ശിഷ്യനും ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ സമഭാവനയിലാണ്, അല്ലെ? മകന് 16 വയസ്സായി കഴിഞ്ഞാൽ അച്ഛൻ അവനെ മിത്രമായിട്ട് കരുതണം എന്നാണ് ശാസ്ത്രം. അപ്പോ പിന്നെ അച്ഛന് പിതൃദേവോ ഭവ എന്ന് വേണം കാണാൻ. അതുപോലെ ദീക്ഷയ്ക്ക് ശേഷം ഗുരുവിനെ ആചാര്യ ദേവോ ഭവ എന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ശിഷ്യന് വേണ്ട വലിയൊരു ഗുണമാണ് ആ ഒരു നിഷ്പരിഗ്രഹത. ആരിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കരുത്. തേന തിക്തേന ഭുഞ്ചീത. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാല് ആ സിദ്ധാന്തം. ഗുരുവും ശിഷ്യനും ഒന്നും ആഗ്രഹിക്കേണ്ട. ഗുരു എപ്പോഴും ശിഷ്യന്റെ ക്ഷേമത്തിന് ആഗ്രഹിക്കണം. കാരണം ശിഷ്യൻ തന്റെ ധനം, പുത്രൻ, ശരീരം എല്ലാം സമർപ്പിച്ച് ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങണം. ഇനി ശ്രീവിദ്യാ ഉപാസനയിൽ ഒരു പ്രധാന തത്വത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. സ്വന്തം ജീവിതത്തെ തന്നെയാണ് യജ്ഞഭാവത്തില് പരികൽപ്പിക്കണമെന്ന് ആ ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നു. കാലത്തെ നമ്മൾ കുതിരയായിട്ട് സങ്കല്പിച്ച് മനുഷ്യൻ യജ്ഞം ചെയ്യണം. ഉഷസ് കാലമാകുന്ന കുതിരയുടെ ശിരസ് ഇങ്ങനെ മനുഷ്യ ജീവിതം മുഴുവനും യജ്ഞമായിട്ട് കാണണം. ഭാവന ഉപനിഷത്ത് പറയുന്നു, ജ്ഞേയ അഭേദ ഭാവനം ശ്രീചക്ര പൂജനം. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, ഇത് മൂന്നിന്റെയും അഭേദ ഭാവനമാണ് ശ്രീചക്ര പൂജ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതെല്ലാം തന്നെ ആ ഒരു യജ്ഞ ആജ്യ നെയ്യ്, അത് ആ ഒരു സാധനമായിട്ട് നമ്മൾ ഹോമിക്കണം. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ ജ്വാലകളാണ്. അപ്പൊ സ്വാത്മാവായിരിക്കുന്ന ശിവനെ അഗ്നി, അതായത് സ്വയമേവ ഞാൻ തന്നെയാണ് ഹോതാവ്. അങ്ങനെ മനുഷ്യ ജീവിതം തന്നെ ഒരു യജ്ഞമായിട്ട് കൽപ്പിക്കണം. ആ ഋഗ്വേദത്തിലെ അഗ്നിമീളെ പുരോഹിതം എന്നതിന് ഇതേ അർത്ഥമാണുള്ളത്. അവസാനം അവന്റെ ചിതഗ്നിയില് എല്ലാം ഹോമിക്കുകയാണ് ചെയ്യണത്. ഓരോരുത്തരുടെയും ഉള്ളില് ആ ഒരു ഇന്ധനമില്ലാതെ നിരന്തരമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജ്വാലാമുഖി പോലെ ഒരു അഗ്നിയുണ്ട്. അതിനെയാണ് നമ്മുടെ ഉള്ളില് സംവിത്ത് അഗ്നി, അല്ലെ? ആ സംവിത്ത് അഗ്നിയിൽ നമ്മളെല്ലാം ഹോമിക്കണം. ആ മോഹ അന്ധകാരത്തിന്, അജ്ഞാന അന്ധകാരത്തിന് തടസ്സം നിൽക്കുന്ന ഈ സംവിത്ത് അഗ്നി സദാ ജ്വലിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഉള്ളില്. അത് അനുഭൂതമാവണം. അത് എന്താ പറയാ, അത് അതിന്റെ അനുഭവത്തില്
ഇല്ല, അതിന്റെ രശ്മികളിൽ ഞാൻ എന്റെ വിശ്വത്തെ ഹോമിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ വസുധാതി ശിവാവസാനം എന്നാൽ എന്താണ്? ഭൂമി മുതൽ ശിവൻ വരെയുള്ള 36 തത്വങ്ങളോട് കൂടിയ പ്രപഞ്ചം, സ്വന്തം പിണ്ടാണ്ടമായ ശരീരം, ബ്രഹ്മാണ്ടത്തെ എല്ലാത്തിനെയും ഞാൻ ഈ സംവിദ് അഗ്നിയിൽ ഹോമിക്കുന്നു. ഇതാണ് ഒരു ഉപാസകന്റെ മനോനില എന്ന് പറയുന്നത്, അല്ലെ? പത്മമധ്യേ ആ ശുദ്ധ ബോധമായിരിക്കുന്ന എന്റെ സംവിദ് അഗ്നി, ചിദഗ്നി കുണ്ടത്തിൽ ഞാനിതാ എല്ലാം സമർപ്പിക്കുന്നു. അവിടെ ആര് വരണു? ചിദഗ്നി കുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത. അവിടെയാണ് അമ്മ വരുന്നത്. ലളിതാ ത്രിപുര സുന്ദരിയുടെ ആവിർഭാവം അവിടെയാണ്. ആ സംവിദ് അഗ്നിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ചിദഗ്നിയിലെല്ലാം എല്ലാവിധ ഇന്ദ്രിയ വൃത്തികളെ ഹോമിച്ചുകൊണ്ട് ജീവൻ മുക്തനായിരിക്കുന്ന ഒരാളിന് ചിത് ശക്തിയുടെ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അപ്പൊ ചിത് ശക്തിയുടെ ലാഭം കൊണ്ട് ആത്മലാഭം ഉണ്ടാകണം. ആത്മലാഭാത് ന പരം വിന്ധ്യതേ. ആത്മലാഭം എന്നാൽ എന്താ? ആത്മജ്ഞാനം തന്നെയാണ് ഏറ്റവും വലിയ ഉയർന്ന ലാഭം. ജീവിതത്തിൽ ഏറ്റവും നമുക്ക് മൂല്യവത്തായിരിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഉത്തരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ. ഈ ആത്മാവിനെ അറിയുക, അത് തന്നെയാണ് ശ്രീവിദ്യ ഉപാസനയുടെ പരമമായ ലക്ഷ്യം. ദേവി ഉപാസന അതിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ഇതിന്റെ അനുഗ്രഹം അതാണ്. ചിത്ശക്തി എന്നാൽ ആത്മശക്തിയാണ്. ഭൗതിക തൃഷ്ണയിൽ നിന്ന് മോചനം നേടിയ ഋഷീശ്വരന്മാര് നിരന്തരമായിട്ട് ആനന്ദം അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ ആനന്ദം ദീക്ഷയായിട്ട് കിട്ടിയാൽ അത് ഉടനെ കിട്ടില്ല. വിവിധങ്ങളായിരിക്കുന്ന ഉല്ലാസങ്ങളിലൂടെ കടന്നു പോകണം നമ്മൾ, അല്ലെ? ആരംഭ ഉല്ലാസം, തരുണ ഉല്ലാസം, യൗവന ഉല്ലാസം, പ്രൗഢ ഉല്ലാസം, ഉന്മന ഉല്ലാസം, തദാന്ത ഉല്ലാസം, അനവസ്ഥ ഉല്ലാസം. ഇങ്ങനെ 7 ഉല്ലാസങ്ങളാണ് ഒരു സാധകന് കടന്നു പോകേണ്ടത്. ആ വ്യക്തിക്ക് മാത്രമേ ചിദാനന്ദത്തെ അറിയാൻ സാധിക്കുള്ളൂ. ഭാവനയുടെ ക്രിയയാണ് ഉപചാരങ്ങള്. ഇത്തരം ഉപചാരങ്ങളിലൂടെ ഭാവന ദാർഢ്യം വർദ്ധിപ്പിച്ചെടുത്ത് എന്താണ് ലക്ഷ്യം അത് നമ്മൾ നേടണം. ഇതാണ് ശാസ്ത്രത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. ആ പരത്തിലേക്കുള്ള പന്ഥാവാണ് ശ്രീവിദ്യ ഉപാസന. അതിന് ഗുരുവാക്യത്തിൽ വിശ്വസിച്ച് ശ്രവണം, മനനം, നിധിധ്യാസനം ചെയ്യണം. തന്ത്രത്തിൽ പൂജ എന്നാൽ നിധിധ്യാസനമാണ്. ഈ ബ്രഹ്മവിദ്യ എന്നത് എന്താ പറയാ, ആ ഒരു ഏറ്റവും മറ്റുള്ള വിദ്യകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഉയർന്ന വിദ്യയാണ്. അതിന് അതീവ രഹസ്യ വിദ്യയാണ്. ആ ഒരു വേദാദി ഇരിക്കുന്ന 14 വിദ്യകൾ വേശ്യകളെ പോലെ പ്രകടങ്ങളാണ്. പണമുള്ളവന് കൈക്കലാക്കാം. എന്നാൽ ഈ മഹത്തരമായിരിക്കുന്ന ശ്രീവിദ്യ കുലീന സ്ത്രീകളെ പോലെയാണ്. കുലസ്ത്രീയാണ്, രഹസ്യമാണ്. ആർക്കും പണം കൊടുത്ത് ഇത് വാങ്ങാൻ സാധ്യമല്ല. രാജ്യം ദേയം ശിരോദേയം ന ദേയം ഷോഡശാക്ഷരി എന്നാണ്, അല്ലെ? എന്ത് കൊടുത്താലും ഈ മന്ത്രം അർഹതയുള്ളവന് മാത്രമേ കൊടുക്കാവൂ. ഒരു ദർശനങ്ങളെയും നമ്മൾ നിന്ദിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? വേദത്തെ ആ ഒരു വേശ്യാദി വിദ്യ എന്നൊക്കെ നമ്മൾ നിന്ദിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താ? ധനം കൊണ്ട് നേടിയെടുക്കാം വേശ്യാസ്ത്രീകളെ പോലെ എന്നത് മാത്രമാണ്. കാരണം എന്നാൽ ഈ വിദ്യ ധനം കൊണ്ട് നേടാൻ പറ്റുന്നതല്ല. വേദത്തിന്റെ ലക്ഷ്യം എന്താണ്? യാഗം ചെയ്ത് സ്വർഗമാണ് ലക്ഷ്യം, അല്ലെ? അപ്പോ സ്വർഗവും ശാശ്വതവുമല്ല. പുണ്യം കൊണ്ട് നേടിയെടുക്കുന്ന സ്വർഗാദി ലോകങ്ങളും ക്ഷയിക്കും. മോക്ഷം എന്ന ആത്മസാക്ഷാത്കാരം തരുന്നതാണ് ഈ ആത്മവിദ്യ. ബുദ്ധിമാന്മാർക്ക് മാത്രമേ ദീക്ഷ കൊടുക്കാൻ പാടുള്ളൂ. ദീക്ഷയിലൂടെ മാത്രമേ പശുവായിരിക്കുന്നവർക്ക് മോക്ഷം സാധ്യമാകൂ. പാശബദ്ധ പശുജ്ഞേയ പാശമുക്തോ മഹേശ്വര. പാശമുള്ളവൻ പശു ബ്രഹ്മവിദ്യ നേടി ത്രിഗുണങ്ങളെ അതിക്രമിച്ച് മഹേശ്വരനായി തീരാൻ തീർച്ചയായിട്ടും ഒരു ജീവന് സാധിക്കും. ഇപ്പൊ ശിഷ്യന്റെ ജിജ്ഞാസയെ പരിഹരിച്ച് അവന്റെ ദുഃഖത്തെ ഇല്ലാതാക്കാനാണ് ഗുരു. ഇപ്പൊ വാളിന്റെ മുനയിൽ നടക്കാം, വ്യാഘ്രത്തിന്റെ ചെവിയെ പിടിക്കാം, പാമ്പിനെ ആഭരണമായി ധരിക്കാം. പക്ഷെ അതിലൊക്കെ ബുദ്ധിമുട്ടാണ്. കുളമാർഗത്തിലൂടെ പരാശക്തിയിലേക്കുള്ള പ്രമാണം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ വന്നു ചേരും. ഇങ്ങനെയുള്ള ഉപാസകന്റെ ദേഹപരിത്യാഗം കാശിയിലോ ചണ്ടാള ഗൃഹത്തിലോ ആയിക്കൊള്ളട്ടെ, രണ്ടും ഒരുപോലെയാണ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും തീർത്ഥഘട്ടങ്ങളാണ്, അല്ലെ? എല്ലാം ബ്രഹ്മമയങ്ങളാണ്. എല്ലാ ചൈതന്യ പ്രസരമുള്ള ദേവിയുടെ വാസസ്ഥലങ്ങളാണ്. അതിനെ അറിഞ്ഞ് അത് എവിടെ ദേഹം ത്യജിച്ചാലും അവന് മോക്ഷപദത്തെ, അതായത് പരാശക്തിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് അവന് മോക്ഷപദം ലക്ഷ്യമാകും. എന്താണ്? യസ്യ സ്മരണ മാത്രേണ മുച്യതേ സർവ കിൽബിഷൈ. എന്ത് സ്മരിക്കുന്നു ആ നിമിഷത്തിൽ തന്നെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം തരുന്ന ആളാണ് പരാശക്തി. അപ്പൊ നമ്മൾ അറിയേണ്ട, ദേവി ഉപാസനയിൽ അറിയേണ്ട ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ ബുദ്ധിയിലും ഇതിനെ ചിന്തിച്ച്, ദേവി ഉപാസന നിസ്സാര കാര്യമല്ല. അതിന്റെ അർഹമായിരിക്കുന്ന പ്രാധാന്യം കൊടുത്ത് ഓരോ ഉപാസകനും സഞ്ചരിച്ചാല് തീർച്ചയായിട്ടും ഈ എന്താ പറയാ കുലദേവതയുടെ എല്ലാ രൂപത്തിലിരിക്കുന്ന ആ മഹാശക്തിയുടെ, ആ പരാംബികയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്.
എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.